ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നത് ഞങ്ങൾ പാവം ട്രേഡേഴ്സാണ്. റൈറ്റ്. F&O ട്രേഡർക്ക് അയാൾ അതൊരു ബിസിനസ്സായിട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വരുന്ന ട്രാവലിംഗ് എക്സ്പെൻഡിച്ചേഴ്സ്, അയാൾക്ക് വരുന്ന ഇൻ്റർനെറ്റിൻ്റെ ചാർജസ്, അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന മേജർ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ അയാൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. സാലറി ഒരു സാലറിക്കാരൻ 12 മാസം ഓഫീസിൽ പോകണമെങ്കിൽ 4 മാസം 5 മാസം ഗവൺമെൻറ്റിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. 4 മാസത്തെ ഒരു സാലറി ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, 10 കോടിയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ 5 കോടി കാണിക്കുക, ബാക്കി 5 കോടി മുക്കുക. ഇത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഇത് ലിറ്ററലി ടാക്സ് ഇവേഷൻ ആണ്. ഇത് ലോങ് റണ്ണിൽ ഓടില്ല. ഒരിക്കലും സ്കാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നിയമപരമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ടാക്സ് സേവ് ചെയ്യാനുള്ള വഴികളുണ്ട്. F&O ട്രേഡിങ്ങിൽ ഒരു 1 കോടി രൂപ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ 30% ആയിരുന്നു നമ്മുടെ ടാക്സ് ലാഭം വരിക. ഇത്രയൊക്കെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഇറ്റ് ഈസ് യുവർ പ്രോഫിറ്റ്. അതെ അല്ലേ? അപ്പോൾ ബിസിനസ്സിലെ മറ്റ് എലമെൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാക്സ് പ്ലാനിങ്ങിനെ ടേക്ക് കെയർ ചെയ്യണം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ. ഒത്തിരി നാളായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമാണ്. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്, ഞങ്ങൾക്കത് ചോദിക്കണം എന്നുള്ളത്. നമ്മുടെ എല്ലാ വീഡിയോൻ്റെ താഴെ അത്തരത്തിലുള്ള ഒത്തിരി കമൻസ് ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അത്തരത്തിലുള്ള ഒരു ടാക്സ് എക്സ്പേർട്ടാണ്, ടാക്സ് പ്രോ അഭയ്. വെൽക്കം. താങ്ക് യു. അഭയ് ഈ ഒരു ഏരിയയിലും ഒരു രക്ഷയില്ലാത്ത എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു വലിയ കൺഗ്രാജുലേഷൻ. റൈറ്റ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോയിൽ പോവാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്റ്റുഡിയോയിൽ പോയി സംസാരിക്കാം. വെറും ടാക്സ് കൺസൾട്ടൻ്റ് അല്ല, ഒരു സെലിബ്രിറ്റി ടാക്സ് കൺസൾട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ, എങ്ങനെ ടാക്സ് സേവ് ചെയ്യണം എന്നുള്ളതാണ് ഈ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും ടാക്സ് കൊടുത്തിട്ട് എന്തിനാ, നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഒന്നും ഗവൺമെൻറ് തരുന്നില്ല. ടാക്സ് കൂടുതലാണ്, എല്ലാ ബഡ്ജറ്റിലും ഇങ്ങനെ ടാക്സ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊക്കെ ഇത്രയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരള ഒരു മാർക്കറ്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 100 ആളെ പിക്ക് ചെയ്താൽ, 100 ടാക്സ് പേയേഴ്സിനെ പിക്ക് ചെയ്താൽ 99 ആൾക്കാരും ഓവർ പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത്, കൂടുതൽ അടയ്ക്കേണ്ട ടാക്സിനേക്കാൾ കൂടുതൽ ടാക്സ് അടയ്ക്കുന്നവരാണ്. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കും. ഒന്ന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളില്ല, ഒന്ന് അവർ അൺഅവെയറാണ് ഇങ്ങനൊരു ഓവർ പേയ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ ഉള്ളൊരു അതിനുള്ളൊരു നോളേജ് ഇല്ല. അപ്പോൾ ഓഫ് കോഴ്സ് 99% ഓവർ പേയ്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ പെർസെൻറ്റേജ് ആണ് മറ്റ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോലിയുള്ള പല ആളുകളും ഇൻക്ലൂഡിങ് ഫീമെയിൽസ് എനിക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അത് അണ്ണവേറാന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഒന്നാമെന്ന് വെച്ചാൽ ആരും അതിനെക്കുറിച്ച് ബോധേഡല്ല. അങ്ങനെ പോട്ടെ, ശമ്പളം മേടിക്കുന്നു, കമ്പനി 2 പ്രാവശ്യം ടാക്സ് പിടിക്കുന്നു, അവരടയ്ക്കുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ അതിൽ ഒരു മാറ്റം വന്നാൽ ഇതിൻ്റെ ഒരു ഗുണം എക്കണോമിക്ക് കൂടിയാണ്. അത് നമ്മൾ ഒരു രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ടാക്സിൻ്റെ ലിറ്ററസി വരുന്നതോട് കൂടിയിട്ട് എക്കണോമി കൂടുതൽ പൊട്ടൻഷ്യലിലേക്ക് വരും. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ ബിസിനസ് ചെയ്യാൻ വില്ലിങ് ആവും, ആൾക്കാർ കൂടുതൽ ഏൺ ചെയ്യണം. ഇപ്പോൾ ഏൺ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ്, പക്ഷേ അടയ്ക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. എനിക്ക് 10 ലക്ഷം രൂപ ലാഭം കിട്ടിയാൽ 3 ഗവൺമെന്റ് കൊടുക്കണമല്ലോ, ആ ഒരു സാധനം. അതുകൊണ്ട് പലരും ബാക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ലിറ്ററസി കൂടിയാൽ അത് ഇൻഡയറക്ട്ലി എക്കണോമിക്ക് കൂടിയാണ് അതിൻ്റെ ബെനിഫിറ്റ്. റൈറ്റ്. സോ ഓഫ് കോഴ്സ് അതിലൊരു എന്താ പറയുക ഗ്യാപ്പ് ഉണ്ട്, ആൾക്കാർ ഓവർ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ടു ബി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു മിസ്ഗൈഡ് ചെയ്യുന്നതുകൊണ്ട്, ഞാൻ അഭയുടെ തന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒത്തിരി മിസ്ഗൈഡിങ് നടക്കുന്നതായിട്ട് അഭയ് തന്നെ പറയുന്നുണ്ട്. സോ എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒത്തിരി ഇതുണ്ട്. ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ GST എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ടാക്സ് അടച്ചേ പറ്റുള്ളൂ എന്ന് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഓക്കെ 20 lakhs ആവട്ടെ എൻ്റെ ബിസിനസ്, ഞാൻ അടുത്തോളം എടുത്താൽ പോരെ, GST എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറ്റില്ല സുനിലെ, ഇപ്പോൾ തന്നെ എടുക്കണം, 20 ആവുന്നതിന് മുൻപേ എടുക്കണം എന്നൊക്കെ പറയാം. കാരണം ടാക്സ് ലാബ് GSTക്ക് 20 ലക്ഷമാണ്, 20 ലക്ഷം എത്തിയാൽ അപ്പോൾ GST എടുക്കണം എന്നൊക്കെയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ബിസിനസ്സാണ്. എൻഡ് ഓഫ് ദി ഡേ ഓഫ് കോഴ്സ് ബാക്കി എല്ലാ ബിസിനസ്സുകളെ പോലെ തന്നെ ഇതൊരു ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു കൺസൾട്ടൻറ്റ് ഉറപ്പായിട്ടും കസ്റ്റമറെ ആ ഒരു സർക്കിളിലേക്ക് തള്ളിയിടാനേ ആലോചിക്കുള്ളൂ എന്നുള്ളൊരു പോയിന്റ് ഇതിലുണ്ട്. ഒരു കൺകറന്റ് ഇൻകം അവർക്ക് ഡെഫിനറ്റ്ലി GST എന്ന് പറയുമ്പോൾ എല്ലാ മാസവും ബില്ല് ചെയ്യാൻ പറ്റിയൊരു ഇൻകമാണ്. പക്ഷെ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ അവെയറാണ്. അപ്പോൾ ഒരു കൺസൾട്ടൻറ്റ് ഇങ്ങനെ പറയുമ്പോൾ അവരൊരു ക്രെഡിബിലിറ്റിയും കൂടി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഓഫ് കോഴ്സ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കൺസൾട്ടൻറ്റ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു മന്ത്ലിയുള്ള 1500 to 2000 എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഫ് ഇൻകം തന്നെയാണ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതേ സൈഡിൽ
ഒരു ഇതിലൊരു സ്മാർട്ടായ ഒരു ടാക്സ് പ്ലാനർ ആണ് എന്നുണ്ടെങ്കിൽ 20 lakh കഴിഞ്ഞാലും നിങ്ങളുടെ ബിസിനസ്സിന് GST രജിസ്ട്രേഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സെനാരിയോ ക്രിയേറ്റ് ചെയ്ത് തരാൻ ചിലപ്പോൾ ആൾക്ക് പറ്റും ലീഗലി. അവിടെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് റവന്യൂ അല്ലെങ്കിൽ എന്താണ് റെമ്യൂണറേഷൻ, ഈ 1500 അല്ല, അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിൻ്റെ ഒരു പോർഷൻ അയാൾക്ക് ഫീസായിട്ട് ചാർജ് ചെയ്യാം. തീർച്ചയായിട്ടും അല്ലേ? അത് കൊടുക്കാൻ ഞാൻ ഹാപ്പി ആയിരിക്കും, നിങ്ങളും കൊടുക്കാൻ ഹാപ്പി ആയിരിക്കും, ഞാനും മോട്ടിവേറ്റഡ് ആണ്. കാര്യം എന്താ, എനിക്കും അതൊരു ചാലഞ്ചിങ് ടാസ്ക്കാണ്, എനിക്കും കുറച്ചും കൂടി വലിയ ബില്ലിങ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നു തുടങ്ങിയാൽ ഈ പറയുന്ന പോലത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കുറഞ്ഞു തുടങ്ങും. എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാർക്കും ഇത് ഭയങ്കര നീഡാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം അവർക്ക് GST എന്തോ ബാഡനാണ്, ദൈവമേ 15-ാം തീയതി ആണല്ലോ ഫയൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പലരും സന്തോഷത്തോടു കൂടി GST ഫയൽ ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് ശരിക്കും GST ഒരു തലവേദനയല്ല. അതിൻ്റെ കാരണം എന്താ? ഒന്ന്, GST അടയ്ക്കേണ്ടത് എപ്പോഴും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് മാത്രമാണ്. അയാൾ പോക്കറ്റിൽ നിന്ന് 1 രൂപ അടയ്ക്കേണ്ട. 2, അയാൾ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ മുകളിൽ കൊടുത്ത GST ആൾക്ക് തിരിച്ച് കിട്ടും. എൻഡ് ഓഫ് ദ ഡേ കറക്റ്റ് ഇതിനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരന് GST കോസ്റ്റ് ഈസ് 0 അല്ലേ? അതെ, 2 ആംഗിളിൽ നിന്ന് അയാൾക്ക് ബെനിഫിറ്റാണ്. GSTയുടെ തലവേദന പറയേണ്ടത് സാധാരണക്കാരാണ്. ബിസിനസ്സുകാരൻ സ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സുകാരൻ്റെ തെറ്റല്ല, അയാളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാത്ത ഒരു കൺസൾട്ടൻറ്റിൻ്റെ തെറ്റാണ്. ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കുത്തിരുന്നൊരു 3 മണിക്കൂർ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ബിസിനസ്സുകാരുടെ ഒരു പെയിൻ പോയിന്റ് അല്ല GST. ബിസിനസ്സുകാരന് എങ്ങനെയാണ് പെയിൻ പോയിന്റ്? ഒന്ന്, ഫിനാൻഷ്യൽ ലോസ് ഇല്ല. ഞാൻ ഈ ബിസിനസ് ട്രെയിനിങ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു GST ട്രെയിനിങ്ങിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ? ഞാൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്, എന്നെ വിളിക്കാറുണ്ട്, ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ്സ് വിളിക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ GST ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. നമ്മൾ സെഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷെ എന്താ വെച്ചാൽ അതിൽ മാത്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികൾ നടക്കില്ല. കാരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഓക്കെ, എനിക്ക് കുറേ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. സോഴ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒറ്റ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിൽക്കുന്ന ഒരാളല്ല. എൻ്റെ കോർ ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് പ്ലാനിങ് അഡ്വൈസറി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ടാക്സ് എന്ന് പറയുന്ന ഒരു പെയിൻ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോ എന്നെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കും. ഒരു 1 hourൻ്റെയോ 2 hourൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കും. ആ സെഷനൊരു പേയ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 20,000 ആണ് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ആ പേയ്മെൻറ്റ് എടുക്കുന്നു, വരുന്നു, എൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നു, ടാക്സേഷനിലുള്ള എല്ലാ ഡൗട്ട്സ് ഉള്ള എല്ലാ പെയിൻ പോയിന്റ്സിനും ഒരു ക്ലാരിറ്റി വരുത്തുന്നു, പോകുന്നു. ഇതാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു CA കാരനുണ്ട്. ഓക്കെ, എനിക്കൊരു എക്സ്ട്രാ ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ അഭയനെ സപ്പോർട്ട് എടുക്കുന്നു. അഭയ എനിക്കൊരു സുനിലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു സൊല്യൂഷൻ തരുന്നു. ഇത് ഞാൻ നേരെ പോയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഉറപ്പാണ് എൻ്റെ CA കാരൻ്റെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ CA കാരുടെ അടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വരേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് ഒരാളായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അസോസിയേഷൻ ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ ഞാനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അഭയുടെ അടുത്ത് ഒരു സൊല്യൂഷൻ മേടിക്കുന്നു, നമ്മുടെ CA കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയ ക്ലയൻസ് പല പ്രോബ്ലംസ് ഉണ്ടാക്കണം. പല CA ഇങ്ങനെ ഇല്ല എന്ന് പറയും അഭയോ അവനൊന്നും അറിയില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ? അതിനൊരു സിമ്പിൾ സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് കുറേ കാലമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ ശരിക്കും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ആ ക്ലയൻറ്റാണ്. അപ്പോൾ ഇതിന് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് വെച്ചിട്ട് എനിക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കൺസൾട്ടൻസി തരുവാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ആ കൺസൾട്ടൻസിയിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ചിലത് ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കാം, റെക്കോർഡിങ്ങിലായിരിക്കാം, ചിലത് ഈ പറയുന്ന പോലെ ഫോൺ റെക്കോർഡിങ്സ് ഓൺ ആയിരിക്കാം. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും എനിക്ക് ആ 1 മണിക്കൂറിൻ്റെ സെഷനിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്ന് നിങ്ങൾ ഇരുന്നാൽ ഇല്ലീഗൽ കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെൻ്റെ കോൺഫിഡൻസ് കൂടിയാണ്. അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വന്ന് ഇല്ലീഗൽ പറയുന്നതാണോ? അല്ല, എപ്പോഴും പറയാൻ പറ്റില്ല, നമ്മൾ അതിൽ നിന്ന് പുറത്തു പോവില്ല. അപ്പം ഞാൻ പറയുന്നത് ലീഗലാണെന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇതെനിക്ക് എൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കാം, വിത്ത് സെക്ഷൻ നമ്പർ വെച്ചിട്ട് ഏത് ലോയിൽ ഏത് സെക്ഷനിൽ പറയുന്നു എന്നുള്ളത് എഴുതി കൊടുക്കാം. അത് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരു ക്ലാരിറ്റി. ഇതൊന്ന് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പറ്റില്ല എന്ന് പറയുന്ന ഒരു അപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ഒരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട്. ഞാൻ അയാളെ മോശമാക്കാൻ വേണ്ടി പറയല്ല. ഇത് പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത് പുള്ളി റിട്ടേൺ ആയിട്ട് തരട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ, ഒന്ന് ചാലഞ്ചിങ് ആയി, പുള്ളിക്ക് അത് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത് ലീഗലി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. വെറും വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി എഴുതി തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ക്ലയൻറ്റിന് ഒരു ക്ലാരിറ്റി കിട്ടും, ആര് പറയുന്നതാണ് ശരി. അപ്പോൾ അത് ഈസിലി സോൾവ് ചെയ്യാവുന്നതുള്ള ഒരു പ്രശ്നം. അത് നമ്മൾ ലോങ് റണ്ണിൽ സോൾവ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡിലൂടെ. പ്രോബ്ലംസ് ഉണ്ട്, ഇറ്റ് ഈസ് റിയൽ. അത് നിങ്ങൾ ചോദിച്ച പ്രോബ്ലം ഉള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അവയുടെ ഒരു സെഷൻ വേണം, ഞാനത് സെപ്പറേറ്റ് എടുത്തോളാം. ഇനിയും ഞാൻ എൻ്റെ ഫീൽഡിലോട്ട് വരാം. സ്റ്റോക്ക് മാർക്കറ്റ്
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നത് ഞങ്ങൾ പാവം ട്രേഡേഴ്സാണ്. റൈറ്റ്. ഏത് ട്രേഡർ? എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. അങ്ങനെ എമൗണ്ട് വൈസ് ട്രേഡേഴ്സാണ്, ബട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സാലറിക്കാരാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരെ വളരെ കുറച്ച് എമൗണ്ട് ഉള്ളെങ്കിലും കാരണം എന്താ വെച്ചാൽ ട്രേഡിങ്ങിൽ പിന്നെയും ദർ ആർ ഓപ്ഷൻസ് സേവ് ചെയ്യാനുള്ള, ടാക്സ് സേവ് ചെയ്യാൻ. സാലറി അതില്ല. സാലറി ഇഫ് യു ആർ എ സാലറിഡ് എംപ്ലോയി 12 മാസത്തിൽ 4 മാസം എന്താണെന്നറിയാം ബൈ, ഈ സാലറിക്കാരെയാണ് ഏറ്റവും ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. കമ്പനി വഴി പിടിക്കാം. കമ്പനി വഴി പിടിക്കാം. സാലറി ഒരു സാലറിക്കാരൻ 12 മാസം ഓഫീസിൽ പോകണമെങ്കിൽ 4 മാസം 5 മാസം ഗവൺമെന്റിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. 4 മാസത്തെ ഒരു സാലറി ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? അവർക്ക് ഈ പറയുന്ന പോലെ HRA സൈഡിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്നുള്ള ഓപ്ഷൻസ്. അത്ര ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ മിനിമൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം ഒരു 12 ലക്ഷം വരെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. അതിൽ കൂടുതൽ മാക്സിമം 12 to 13 വരെയൊക്കെ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ന്യൂ റെജീമൊക്കെ വന്നപ്പോൾ വെരി ഡിഫിക്കൽട്ട്. ന്യൂ റെജീം നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻസ്, ഓരോ പ്രൊഫൈൽ ടു പ്രൊഫൈൽ. എനിക്ക് തോന്നുന്നു ഒരു 7 to 8 lakhs വാങ്ങുന്ന ആൾക്കാർക്ക് ദാറ്റ്സ് അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു FNO ട്രേഡർക്ക് അയാൾ അതൊരു ബിസിനസ്സായിട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വരുന്ന ട്രാവലിംഗ് എക്സ്പെൻഡിച്ചേഴ്സ്, അയാൾക്ക് വരുന്ന ഇൻ്റർനെറ്റിൻ്റെ ചാർജസ്, അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന മേജർ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ അയാൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിലൂടെ ടാക്സ് കുറയ്ക്കാം. നിങ്ങളൊരു സാലറിഡ് എംപ്ലോയിനെ എടുത്ത് നോക്കി, ഇതൊക്കെ അയാൾക്കും ഉണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുകയാണെങ്കിലും ഇതൊക്കെ അവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതേ നിയമത്തിൻ്റെ ഒരു ഫെയിലിയറാണ്. ചിലപ്പോൾ ഇത് പറഞ്ഞാൽ എന്താണ് പറയുന്ന സാലറിക്കാർക്ക് എന്താ ചിലവ് എന്നൊക്കെ ചോദിക്കുമെങ്കിലും നമുക്കുള്ള എല്ലാ ചിലവും സാലറിക്കാർക്കുണ്ട്. പെട്രോളിന്റെ വില കൂടുന്ന, ഗ്യാസിന്റെ വില കൂടുന്ന, ബാക്കി എല്ലാ ക്ലാസ്സിനും അതൊരു എക്സ്പെൻസ് ആണ്. ബിസിനസ് ചെയ്യുകയാണെങ്കിലും പ്രൊഫഷൻസിനാണെങ്കിലും ഒക്കെ അതൊരു എക്സ്പെൻസ്. ഈവൻ ആർട്ടിസ്റ്റുകൾക്ക്, സിനിമാക്കാർക്കൊക്കെ എക്സ്പെൻസ് ആണ്. എന്തുകൊണ്ട് സാലറിക്കാർക്ക് അതൊരു എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല? എനിക്ക് തോന്നുന്നു ആരും അഡ്രസ്സും ചെയ്തിട്ടില്ല ഇതുവരെ. അവരൊരു ബിഗ് നമ്പർ ഉണ്ട് എന്നുള്ളത്. സീരിയസ്ലി അതൊരു വലിയ മിസ്റ്റേക്ക് അല്ലേ നിയമം ചെയ്യുന്നത്. ഈ ചെലവുകളൊക്കെ എനിക്ക് മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യക്ക് പുറത്തും ഇതിലും കൂടുതൽ ടാക്സ് റേറ്റ് ഉള്ള രാജ്യങ്ങളാണ് പുറത്ത്. പറയുമ്പോൾ അതും പറയണല്ലോ. പക്ഷെ എന്താ വെച്ചാൽ അവിടുത്തെ റോഡും ഹോസ്പിറ്റൽസും ഫെസിലിറ്റീസ് കാരണം ആൾക്കാർ റെഡിയാണ് പേ ചെയ്യാൻ. ഇവിടെ ആൾക്കാർ റെഡിയല്ല. ഇവിടെ ആർക്കാണ് ഇതിപ്പോൾ മോദി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ എന്തിന് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അല്ല, അത് വേറെ കാര്യമുണ്ട്. അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് പെട്രോൾ അടിക്കുന്നില്ല. അതാണ്. അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഹോട്ടൽ ബില്ല് കൊടുക്കുന്നില്ല. അവർക്ക് ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ആൾക്കാർ അവെയറാണ്. ഈ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മണി, അതിൻ്റെ ഒരു 80% ഓഫ് ബ്ലാക്ക് മണി ടാക്സ് മണിയാണ്. നമ്മുടെ ടാക്സ് പണമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് 80% എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അവെയർ ആയി കഴിഞ്ഞ ഒരാൾ പിന്നെ ടാക്സ് കൊടുക്കാൻ വില്ലിങ് ആകും. അതാണ് ഇന്ത്യയുടെ ഒരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയുന്നില്ല, വേണ്ട. അല്ല, രാഷ്ട്രീയപരം ഈ പറഞ്ഞ പോലെ ആര് വന്നാലും ഇത് നടക്കും. ഇതിൽ പൊളിറ്റിക്സ് ഇല്ല. കാരണം പണത്തിന് പൊളിറ്റിക്സ് ഇല്ലാത്ത പറഞ്ഞാൽ ആരാണോ ഭരിക്കണേ അവിടെ എവിടെയാണോ വെയിറ്റ് കൂടുതൽ അങ്ങോട്ട് ഉറപ്പായിട്ടുണ്ട്. ഈ നോട്ട് നിരോധിച്ച കഥ, നമ്മൾ നോട്ട് നിരോധിച്ച കഥ എന്നും പറയും. ഇപ്പോൾ ഞങ്ങൾ ട്രേഡേഴ്സ്, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ലോസ് നേരിട്ട ദിവസം ആ പറയുന്ന നോട്ട് നിരോധിച്ച ദിവസം നവംബർ 8-ാം തീയതി വരുന്നു. കൊച്ചിയിൽ കളി നടക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചി ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുക. കൊച്ചി പൂനെ, കൊച്ചി ഗോവ. കളി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴാണ് അറിയണേ ദേശവാസിയോ എന്ന് പറഞ്ഞ് വരുന്നു പോയി. പക്ഷെ അന്ന് നമുക്ക് ടെൻഷൻ ഇല്ല. അന്നൊക്കെ നമ്മൾ ചെറുപ്പം കൊണ്ട് പൈസ ഇല്ല കയ്യിൽ. നിങ്ങൾ അന്ന് ഏൺ ചെയ്യാൻ തുടങ്ങിയോണ്ട് ടെൻഷൻ ഉണ്ട്. ഞാനന്ന് സാലറിഡ് ആണ്, ട്രേഡിങ്ങിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അന്ന് +2 കഴിഞ്ഞ് നിൽക്കുന്ന +2 കഴിഞ്ഞിരിക്കുന്ന നമുക്ക് ഇതൊരു ഇതിന്റെ കുട്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു തലവേദന നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാവാതെ എത്രത്തോളം എക്കണോമിനെ ബാധിച്ചു എന്നുള്ളത് ഇന്ന് വേറെ കേസിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ എന്തോ അബൈ ബ്ലാക്ക് മണി പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, കള്ളപ്പണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഈ വക്കീൽമാരുടെ കൂട്ടത്തിൽ ആളൂറിനെ കുറിച്ച് പറയുന്നത് ഒരു കെട്ട് പണം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. ആ ഒരു ഇമേജ് ആയെന്ന് തോന്നുന്നുണ്ടോ? അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ശരിക്കും ഞാൻ ബ്ലാക്ക് മണീനെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും ഞാൻ ബ്ലാക്ക് ടു വൈറ്റ് കൺവേർഷൻ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിത് പുറത്ത് പറയില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. വേറെ കേസുണ്ട്, ഇതായിരിക്കില്ല ലെവല്, മറ്റേ അങ്ങ് ഹൈ ലെവലിൽ. അതുമല്ല, ഈ പറയുന്ന പോലെ ഞാനത് വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യമല്ലേ. ഞാനത് ഒരിക്കലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എന്താ, എൻ്റെ മടിയിൽ കാനമില്ല, എനിക്ക് പേടിക്കല്ലോ ഒന്നിനെ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് നല്ല ഹേറ്റേഴ്സ് ഉണ്ട് ഉറപ്പായിട്ടും, എവിടുന്ന് വേണമെങ്കിൽ പണി വരാം. പ്രൊഫഷണൽ ഹേറ്റേഴ്സ് ആണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ അവർ
സാധാരണക്കാരെ എങ്ങനെ എന്നെ ഹേറ്റ് ചെയ്യാം? സാധാരണക്കാർക്ക് Welcome ചെയ്യല്ലേ ചെയ്യുള്ളൂ. അതെ. സാധാരണക്കാരിൽ എനിക്ക് ഹേറ്റേഴ്സ് ഇല്ല. റൈറ്റ്. എനിക്ക് എന്റെ പ്രൊഫഷണലിൽ മാത്രമേ ഹേറ്റേഴ്സ് ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും എന്നെ ഹേറ്റ് ചെയ്യില്ല. എനിക്ക് ഗുണം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ ഹേറ്റ് ചെയ്യില്ല. അതെ. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 60 ലക്ഷം രൂപ F&O ട്രേഡിംഗിൽ നിന്ന് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ടാക്സ് സേവ് ചെയ്യാം. അപ്പോൾ ട്രേഡേഴ്സ് മറ്റേ ഇരു കൈ നീട്ടി എന്റെ കൈയും കാലൊക്കെ നീട്ടി സ്വീകരിക്കും. ഇവിടെ ഹേറ്റർ തന്നെ എവിടെയാണെന്നറിയോ, പുള്ളീനെ കൊണ്ട് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ ടാക്സ് അടപ്പിച്ച ഒരാളോട് ഹേറ്റ് വരും. അപ്പൊ എനിക്ക് ഹേറ്റേഴ്സ് പറഞ്ഞ പോലെ എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഉള്ളൂ, എന്റെ പ്രൊഫഷൻ. പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചോദിച്ചു വന്ന സാധനം വേറെ എന്തോണ്, ബ്ലാക്ക് മണി. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്നുള്ളത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ വീഡിയോ 2 ടൈപ്പായിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാക്സ് സേവിങ് വീഡിയോസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ. ഇപ്പം ഞാൻ ഇന്നൊരു F&Oയുടെ സാധനം ചെയ്ത് യു ക്യാൻ ഡു ദാറ്റ് ഇൻ യുവർ ലൈഫ്, ഒരു കുഴപ്പമില്ല. അത് കാറ്റഗറി 1. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മണി വീഡിയോസ്. ഇത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് കറക്റ്റായിട്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് അറിയാം. ഇപ്പം നിങ്ങൾ ബ്ലാക്ക് മണി വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സാമൂഹിക പ്രതിബദ്ധത, അവയർനെസ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്താ, നമ്മുടെ ടാക്സ് മണി തന്നെയാണ്. അപ്പം ഇത് എവിടേക്ക് പോകുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ? ആരെങ്കിലും വേണ്ടേ ഇത് പറഞ്ഞുതരാം. ഈ ഹേറ്റ് സ്പ്രെഡ് ചെയ്യണവരെന്തായാലും പറയില്ല, ഞാൻ വേണ്ടേ പറഞ്ഞുതരാൻ. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് തോന്നുന്നു അംബാനിയുടെ മറ്റേ കല്യാണത്തിന്റെ വീഡിയോ, എന്തിനാണ് ഇവർ ഇത്ര വലിയ കല്യാണം നടത്തുന്നത്, പബ്ലിക് അറിയാം. പബ്ലിക് അതിനെക്കുറിച്ച് കുറേ ഡിസ്കസ് ചെയ്തു. പലരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവരുടെ പ്രൊമോഷനാണ്, ചെറിയ ഒരു പെർസെൻറ്റേജേ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ബട്ട് അവിടെ നടക്കുന്ന ടാക്സ് പ്ലാനിങ് ഇന്ത്യയിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററും പറഞ്ഞിട്ടില്ല. അറിയില്ല. IPL ടീമിന്റെ കേസും അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. കാരണം വെച്ചാൽ അത് ഒന്ന് അവെയർ അല്ല, അവെയർ ആയ ആൾക്കാർ ഇത് പുറത്ത് പറയില്ല. അവിടെ ശരിക്കും നടന്നത് ടാക്സ് പ്ലാനിങ് ആണ്. ടാക്സ് പ്ലാനിങ് എന്ന് കംപ്ലീറ്റ്ലി അതിന് പറയാൻ പറ്റില്ല. അവിടെ ശരിക്കും നടന്നത് ബ്ലാക്ക് മണി കൺവേർഷനാണ്. ഇപ്പോൾ ഷാറൂഖ് ഖാൻ ഗിഫ്റ്റ് കൊടുത്തു, എന്താ അപ്പോർട്ട്മെൻറ്റ് എന്താ കൊടുത്തു, ഓലയുടെ ആൾ ഹെലികോപ്റ്റർ കൊടുത്തു. ഇവർക്ക് എന്ത് ഭ്രാന്തുണ്ട് ഇതൊക്കെ കൊടുക്കാൻ? അംബാനിയുടെ കല്യാണത്തിന് നമ്മളെന്താ കൊടുക്കുക? ഒരു 500 കൊടുക്കും. ഇതൊന്നും ഗിഫ്റ്റ് അല്ല, ഇതൊക്കെ എന്തിൻ്റെ പേയ്മെൻറ്റ്സ് ആണ്. അല്ലാണ്ട് 100 CR ഒരു ഗിഫ്റ്റാണ് ഓലയുടെ ഓണർ കൊടുത്തത്. 100 CR ഗിഫ്റ്റ് കൊടുക്കാനുള്ള എന്തോ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അത് 100 CR ക്യാഷായിട്ട് ബാങ്ക് ത്രൂ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ 18% GST, 34% അടുത്ത് ഏകദേശം ഇൻകം ടാക്സ് ഒക്കെ പോയി 55 CR പോവും. ഇങ്ങനെ കൊടുത്തപ്പോൾ എന്തായി? 100 CR അംബാനിയുടെ കയ്യിലേക്ക് എത്തി വിത്തൗട്ട് എ സിംഗിൾ പെനി ഓഫ് ടാക്സ്. ഇങ്ങനെ 1 month 2 monthോളം ആ ഫംഗ്ഷൻ നടന്നുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പേയ്മെന്റ് പുള്ളി എത്തിച്ചിട്ടുണ്ടായിരിക്കട്ടെ. പുള്ളി ടാക്സ് സേവ് ചെയ്ത് എൻ്റെ 0.0001% പോലും പുള്ളി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ റിലയൻസ് മറ്റേ CSR ഫണ്ടിന്റെ കേസിൽ അവരും CSR ഫണ്ട് ഇങ്ങനെ പബ്ലിക്കലി കൊടുക്കാല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് വെച്ച് അവർ മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് ബാംഗ്ലൂർ എനിക്കൊരു കമ്പനീനെ അറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ അറിയുന്ന അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ്സിലും കാര്യങ്ങളിലൊക്കെ കിട്ടുന്ന ഡാറ്റയാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമായി മാറുന്നത് പിന്നീട്. അപ്പോൾ അതൊക്കെ ബിസിനസ് ഡെവലപ്പ് അങ്ങനത്തെ ഒക്കെ രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ കമ്പനിക്കാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി കേരളത്തിലുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ പള്ളിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് CSR ഫണ്ട് മേടിച്ചു. ഇവിടെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, 10 കോടിയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ 5 കോടി കാണിക്കുക, ബാക്കി 5 കോടി മുക്കുക. ഇത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഇത് ലിറ്ററലി ടാക്സ് ഇവേഷനാണ്. ഇത് ലോങ് റണ്ണിൽ ഓടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇഷ്യൂ പറഞ്ഞില്ല, ഇപ്പോൾ 10 കോടിയുടെ ബിസിനസ് ഉള്ളവൻ ടാക്സ് കുറച്ച് കാണിക്കാൻ വേണ്ടി 5 കോടിയുടെ ബിസിനസ് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം എന്താണ് ഇന്ത്യയിൽ 7000-ലധികം കമ്പനികൾ ലിസ്റ്റഡ് ആണ്. കേരളത്തിൽ നിന്ന് ആരേ ഉള്ളൂ ഈ പറയുന്ന വി-ഗാർഡ്, ഈ പറയുന്ന മുത്തൂറ്റ്, അങ്ങനെ ഒരു എക്സ്ട്രീം വലിയ കമ്പനികൾ മാത്രമേ അല്ലൂല് വരുമായിരിക്കും. അതായത് നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും വലിയ കമ്പനികൾ മാത്രമേ കേരളത്തിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നേരെ മഹാരാഷ്ട്ര, ഹൈദരാബാദ്, ഗുജറാത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള, അല്ലെങ്കിൽ ഒരു 10 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള, ഒരു 100 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾക്ക് ലിസ്റ്റഡ് ആണ്. അവരുടെ സെയിൽസും ഗ്രോത്തും കൃത്യമായിട്ട് പേപ്പറിൽ കാണിച്ച് ബുക്കിൽ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ നോളജും ഭയങ്കരമാണ്. ഉറപ്പാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ട്രേഡേഴ്സ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് കിട്ടുന്ന ആൾക്കാർ. പക്ഷേ ഞാൻ പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 1 കോടി രൂപ തരാം, എനിക്ക് ട്രേഡ് ചെയ്ത് തരുമെന്ന് വെച്ചാൽ പറ്റില്ല എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഫണ്ട് എടുക്കാനുള്ളൊരു ഫിയർ അവിടെ ഉണ്ട്. ഇതേ ഫിയർ മലയാളിക്ക് എല്ലാവർക്കും ഉണ്ട്.
അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൾച്ചറിനെയാണ്. ആ എനിക്ക് ഒരു പണക്കാരനെ കാണുമ്പോൾ തന്നെ എന്താ പറയാ, അവൻ എന്തോ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് അങ്ങനെ കാശുണ്ടാക്കിയെന്ന് പറയാം. അപ്പം ഞാൻ പറയുന്നത് ലിസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയാത്ത ഒരാളെ എങ്ങനെ അതിലേക്ക് നിൽക്കും? അതെ. ഇപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരനെ കണ്ടിട്ട് ചോദിക്കൂ നിങ്ങൾ എന്തുകൊണ്ട് ലിസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അയാൾക്ക് ലിസ്റ്റിംഗ് കമ്പനിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയില്ല. ലിസ്റ്റിംഗ് കമ്പനിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയില്ല. രണ്ട്, പുറത്തുനിന്ന് ഫണ്ട് വന്നാൽ ഇതിൻ്റെ ഒരു പേടി പുള്ളിക്ക് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. 100 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഫണ്ട് എടുക്കാനുള്ള പേടി വിട്ടുപോയില്ല. അപ്പം ഇങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവുകൊണ്ടാണ് മലയാളി ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചെത്താത്തത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ടൊളുവിൻ സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവർ ലിസ്റ്റ് ചെയ്തു, ലേറ്റസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തു. ഒറ്റയടിക്ക് വാല്യുവേഷൻ 1000 കോടിയിലെത്തിയത്. 250 കോടി രൂപയുടെ ഷെയർസ് അവർ പബ്ലിക്കാക്കി. 250 കോടി രൂപ അവരുടെ പോക്കറ്റിലിരുന്ന് 750 കോടി ലിക്വിഡേറ്റ് എപ്പോൾ ആണെങ്കിലും അവർക്ക് ക്യാഷ് ആക്കാം. ഈ ഒരു ബെനിഫിറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്നതാണ്. ഒരുപാടുണ്ട് ബെനിഫിറ്റ്സ് ലിസ്റ്റിംഗ് കമ്പനിക്ക്. സ്കെയിലപ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്ലാൻ അതാണ്. തീർച്ചയായിട്ടും എന്തോരം എത്ര ഫണ്ട് അവർ വിചാരിച്ചതിനൊക്കെ എത്രയോ മൾട്ടിപ്പിൾ വാല്യൂ അങ്ങോട്ട് അൺലോക്ക് ആവാണല്ലോ. ആ ഒരു ഫീലാണ്. ഇതിന് ഒരു പ്ലാൻ കൃത്യമായിട്ട് ചെയ്ത് ഒരു CA-കാരൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് വരുന്ന ഒരു 3-4 കൊല്ലത്തൊരു പ്ലാനിങ് ആണ് ഈ ഒരു ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള നോളജ് ഉള്ള ആളുകൾ കേരളത്തിൽ. ഞാൻ പറയട്ടെ, ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പം എല്ലാ ഫീൽഡിലും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഫീൽഡിൽ ഡെയിലി റീഡിങ് വേണം. കാര്യം എന്താ വെച്ചാൽ ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ നിയമപുസ്തകം മാത്രം വായിച്ചാൽ പോരാ, ഞാൻ എല്ലാ ബിസിനസ്സിനെ കുറിച്ചും പഠിക്കണം. തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചാലും ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റണം. തീർച്ചയായിട്ടും. എന്നാലേ അതിൽ ടാക്സ് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പം നാളെ ഒരു ഫുട്വെയറിൻ്റെ ആൾ വന്നാലും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആൾ വന്നാലും എല്ലാവരോടും ഈക്വലി എനിക്ക് സംസാരിക്കാൻ പറ്റണം. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ ഒരു ബിസിനസ് പഠിച്ചാൽ മതി, ഞാൻ എല്ലാ ബിസിനസ്സും പഠിക്കണം. അത്രയും കോമ്പറ്റീറ്റീവായൊരു ഒരു ഫീൽഡാണ്. അപ്പം ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കണം. ഈ എഫേർട്ട് ഇടുന്ന ഒരാളെയാണ് സ്കെയിൽ ചെയ്യുള്ളൂ. മാത്രമല്ല ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യണം. ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് പല ബിസിനസ്സുകളുണ്ട്. എനിക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, എനിക്ക് വില്ല കൺസ്ട്രക്ഷൻ ഉണ്ട്, എനിക്ക് പല ബിസിനസ്സുകളുണ്ട്. അതൊക്കെ ഈ ഒരു അർജിൽ നിന്ന് വന്നതും കൂടി. അതായത് ഞാൻ പല ബിസിനസ്സുകൾ കേൾക്കുമ്പോൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് എനിക്കറിയാവുന്ന കുറേ മുംബൈ ബേസ് ചെയ്തിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള കുറേ CA-കാരുണ്ട്. ഇവർ പല ബിസിനസ്സിലും ലിസ്റ്റഡ് ആയിട്ടുള്ള പല കമ്പനികളിലും ഇൻവെസ്റ്റ് അവരുടെ ഷെയർസ് 2%, 5% ആയിരിക്കും. കാരണം അവരൊക്കെ അവർക്കുടെ ടാക്സ് കൺസൾട്ടൻ്റ് ആയി ലിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ആദ്യം മുതലേ ആ കമ്പനിയുടെ കൂടെ നിന്നത് കൊണ്ട് കിട്ടുന്ന പെർസെൻറ്റേജ്. വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പം ഞാനൊരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെ ഷൂസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറയുന്നത്, നമുക്കറിയുന്നത് പോലെ ഒരു കമ്പനി ആക്ച്വലി പ്രോഫിറ്റബിൾ ആണോ അല്ലേന്ന് വേറെ ആർക്കും അറിയില്ല. ബാക്കി എല്ലാവരെയും സ്കാം ചെയ്യാം. ബട്ട് ഒരു ടാക്സ് കൺസൾട്ടന്റിന് കറക്റ്റ് നോക്കിയാൽ ഈ ബിസിനസ് ഇപ്പം എൻ്റെ തന്നെ ക്ലയൻസ് ഒരു 100 ക്ലയൻസിന് എടുത്താൽ അതിൽ ഏതൊക്കെയാണ് ഒരു ലാസ്റ്റ് 8 years ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 5 years ആയിട്ട് പെർഫോം ചെയ്യുന്നത് നന്നതെന്നുള്ളത് എനിക്കറിയാം. അതിൽ വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആൾക്കാർ ആ ഒരു പേരും പറഞ്ഞ് ഒരുപാട് പേര് വരും, ഫണ്ട് ഉണ്ട് സാറേ തരാം, എവിടെയെങ്കിലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വരും. അതെന്താ വെച്ചാൽ ആൾക്കാർക്ക് അറിയാം ഒരു ബിസിനസ് ശരിക്കും പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്ന ആൾ CA-കാർ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസ് ആണെന്നുള്ളത്. കാരണം അവരെ അവിടെ സ്കാം ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്കാം നടത്തിയ ആൾക്കാർ CA-കാരാന്ന് എനിക്ക് ആയിരിക്കാം. ഈ സഹാറയുടെ കേസിലാണെങ്കിലും സത്യത്തിന്റെ കേസിലാണെങ്കിലൊക്കെ സത്യമൊക്കെ ഭയങ്കര റെവല്യൂഷണറി ആയിരുന്നു. അതിനൊക്കെ ശേഷം കുറേ ഡ്രാസ്റ്റിക്കലി നിയമങ്ങൾ തന്നെ മാറി വന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്കാം ചെയ്യാനും കുറേ ലൂപ്പ് ഹോൾസ് ഇവിടെ ഉണ്ട്, കൃത്യമായിട്ട് കൊണ്ടുനടക്കാനുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരിക്കലും സ്കാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നിയമപരമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ടാക്സ് സേവ് ചെയ്യാനുള്ള വഴികളുണ്ട്, നിയമപരമായിട്ട് തന്നെ വഴികളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ അംബാനിയുടെ കേസ് പറഞ്ഞു. ശരി, ഷാറൂഖ് ഖാൻ കൊടുക്കേണ്ട എന്തോ പേയ്മെൻറ്റ് ഷാറൂഖ് ഖാൻ 40 CR അപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൊടുത്തു. എന്താ ചെയ്യാൻ പറ്റുക നിയമത്തിന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റില്ല? അപ്പോൾ അത് ഇല്ലീഗലാന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഷാറൂഖ് ഖാൻ്റെ മകൻ്റെ കേസൊക്കെ സോൾവ് ചെയ്യാൻ അംബാനി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ ഒരു പേയ്മെന്റ് ആയിരിക്കാം. അത് ഗിഫ്റ്റ് ആയിട്ട് ഇത് മാത്രം കട്ട് ചെയ്ത് ആയിരിക്കാന്നേ പറയുന്നുള്ളൂ. എന്തോ ഒരു പേയ്മെന്റ് ആണ്. ഞാൻ പറയുന്നത് കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ഒലയുടെ ആള് 100 CR ഗിഫ്റ്റ് കൊടുത്തു. എന്താ ചെയ്യാൻ പറ്റിയ നിയമത്തിന്? ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പറയുന്നത് എന്തിനു സ്കാം ചെയ്യണേ? സ്കാം ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിടക്കൂല്ലേ? അതെ, ഇഷ്ടംപോലെ ടാക്സ് പ്ലാനിങ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതിനെ ട്രിഗർ ചെയ്താൽ മതി. നമ്മൾ എന്താ പറയുക, അംബാനി അദാനിനൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രേഡിങ്ങിൽ പ്രധാനമായിട്ട് 2-3 ടൈപ്പ് ടാക്സേ ഉള്ളൂ. ഒന്ന് F&O ചെയ്യുന്ന ആൾക്കാർക്കുള്ള ടാക്സ്, ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. പ്രധാനമായിട്ടും നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ലോങ് ടൈം അല്ലോ, ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം. ഈ പറയുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് 20% ആക്കി, മറ്റേത് 12.5% ആക്കി. ഇപ്പോൾ ചില്ലറ കാശൊന്നും അല്ല കൊടുക്കേണ്ടി വരും വലിയ ആൾക്കാർക്ക്. ആക്ച്വലി
ഇൻകം ടാക്സ് 30% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് 12% ഒരു അനുഗ്രഹമാണെന്ന് ഫീൽ ചെയ്യും. എന്നാൽ അതിനി കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ വഴികളുണ്ട്. ബട്ട് ഞാൻ നേരത്തെ സാലറിയുടെ കേസ് പറഞ്ഞ പോലെ ലിമിറ്റഡ് ആണ് ക്യാപിറ്റൽ ടാക്സ് എല്ലാം. മൊത്തം ട്രേഡിങ്ങിന് എടുക്കുകയാണെങ്കിലും ഒരു സാലറി ക്ലാസ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ ലിമിറ്റഡ് ആയ ഓപ്ഷൻസ് ഉള്ള അവസരങ്ങളുള്ള ഒരു ടീം എന്ന് പറയുന്നത് ട്രേഡേഴ്സ് തന്നെയാണ്. ഉണ്ട്, ബട്ട് ഭയങ്കര ഡ്രാസ്റ്റിക്കലി ഒരു ബിസിനസ്സുകാരൻ സേവ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സേവ് ചെയ്യുന്ന പോലെയൊന്നും സേവ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. ഇപ്പോൾ ലോങ് ടൈമിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറേ കൊല്ലങ്ങളോളം ഹോൾഡ് ചെയ്ത് ഒരു ഗെയിൻ ഉണ്ടാക്കി, ആ ഗെയിനിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ ഗെയിനിനെ ഒരു വീട്ടിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുക, ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ലിമിറ്റഡ് സ്കോപ്പേ നിയമം തരുന്നുള്ളൂ. ഓക്കെ, ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, ബട്ട് ലിമിറ്റഡ് ആണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഉണ്ടാക്കിയൊരു പൈസ വീട്ടിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീട് എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല ആ സാഹചര്യത്തിൽ. അതുള്ള ഒരാൾക്ക് ചെയ്യാം എന്നുള്ള, ഒരു വർഷം ചെയ്യാൻ പറ്റും, അടുത്ത വർഷം ചെയ്യാൻ പറ്റും. അതെ, ഒരു വീട് വരെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ഇതെല്ലാം കൂടി ഒത്തുവരുന്ന ഒരാളാണെങ്കിൽ ടാക്സ് സേവ് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ 2 ലക്ഷം ഉള്ളൂ, അയാൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? 1 lakh വരെ എക്സംഷൻ ഉണ്ട്. ഇപ്പൊ ക്യാപ്പ് കൂട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെറിയ ചെറിയ എക്സംഷൻസ് ഉണ്ട്. ഈ NRO ആളുകളോ അവരും ഇന്ത്യൻ ട്രേഡിംഗ് ചെയ്യുവാണെങ്കിൽ അവരും ചെയ്യണം. NRO ആയതുകൊണ്ട് അടയ്ക്കേണ്ട. ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയ ഇൻകം അല്ലേ, അതൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും. NRI ആയിട്ട് ഇവിടെ ഷെയർസിൽ നിന്ന് റിട്ടേൺസ് വന്നാൽ ടാക്സ് അടയ്ക്കേണ്ടെന്നൊരു വിചാരം ഇല്ല. ഇന്ത്യയിലത്തെ ട്രേഡിംഗ് ആണെങ്കിൽ ദേ നീഡ് ടു പേ ടാക്സ്. FIS ഇത് അടയ്ക്കുന്നുണ്ട്, എല്ലാവരും അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ ഇന്ത്യക്കാരെ മാത്രമേ പിടിക്കുന്നുള്ളൂ. മറ്റേ വീഡിയോ കണ്ടുണ്ടോ നിർമ്മല ശ്രീതാരാമൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ബ്രോക്കറേജിന് GST ഉണ്ട് ഞങ്ങൾക്ക്. സത്യമല്ലേ, അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ IPL ഓപ്ഷൻ നടന്നു. ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ആള് എന്ന് പറയുന്ന പ്ലെയർ ഋഷഭ് പന്തിന്റെയാണ് ഇപ്പോൾ വരുന്നത്. ഋഷഭ് പന്തിന് എത്ര 27 CR അല്ലേ? 10-11 കോടി ഗവൺമെന്റിന്. ഏറ്റവും കൂടുതൽ ഋഷഭ് പന്ത് അല്ല ശരിക്കും ഏറ്റവും കൂടുതൽ ലേലത്തിൽ പോയ ആള്. എല്ലാ പ്ലെയേഴ്സിന്റെയും ടാക്സ് കിട്ടുന്നുണ്ട് ഗവൺമെന്റിന്. ഏറ്റവും കൂടുതൽ പണത്തിന് പോയ പ്ലെയർ ഗവൺമെന്റാ. എല്ലാരും അപ്പൊ പേഴ്സ് കാലിയാക്കട്ടെ എന്നായിരിക്കും ഗവൺമെന്റ് ആലോചിക്കുന്നത്. 120 കോടി സത്യം കോടി വെച്ച് എല്ലാരും. ഋഷഭ് പന്തിന് 27 10 പോയി 17 ഒക്കെ കിട്ടുള്ളൂ. ആ IPL ഓപ്ഷനിൽ ഗവൺമെന്റ് എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും? കയ്യും കെട്ടി കളിക്കേണ്ട, അങ്ങനെ ഇരുന്നാൽ മതി. ഏറ്റവും വലിയ ഡീലിന് പോയ പ്ലെയർ ഗവൺമെന്റ്. എത്ര കോടികളും എനിക്ക് തോന്നുന്നു എല്ലാ പ്ലെയേഴ്സിന്റെയും കിട്ടിക്കഴിഞ്ഞാൽ 100 CR മുകളിലുണ്ട്. ഈ IPL പറയുമ്പോൾ ഇന്ത്യയുടെ GDP 2% കൂട്ടാൻ IPL ഒരു കാരണമാണ്. ഈ ഹോട്ടൽ ബുക്കിംഗ് ആ സമയത്ത് നടക്കുന്ന എല്ലാം കൂടുതൽ IPL itself is a big business. പക്ഷെ അത് വേറെ ലെവലിലോട്ട് തന്നെ അവർ കൊണ്ടുപോയല്ലേ എല്ലാ രീതിയിലും. ഇതൊന്നും തുടങ്ങിയ ആൾക്കാരൊന്നും ഇപ്പം ഇന്ത്യയിൽ ഇല്ലെന്ന് തോന്നുന്നു. തുടങ്ങിയ ആളുടെ ഞാനൊരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടിരുന്നു. പുള്ളിനെയൊക്കെ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് ബാക്ക് ഔട്ട് ചെയ്തല്ലോ. ഫസ്റ്റ് കളി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ബ്രണ്ടമ്മക്കെല്ലാം 158 അടിക്കണം, സ്കൂപ്പ് ഒക്കെ ചെയ്ത്. IPL പറഞ്ഞ പോലെ ക്രിക്കറ്റിന്റെ ഒരു പിക്ചറും മാറ്റി, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു സാധനം മാത്രമേ മാറി. ടെസ്റ്റിന്റെ ഒക്കെ ഇന്ത്യയുടെ മാർക്കറ്റ് വാല്യൂ ആണ് അത് ആക്ച്വലി അല്ലേ. എല്ലാ ബിസിനസ്സിലും ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഇതിനൊരു ഗെയിമായിട്ട് മാത്രമേ കാണുന്നത്. ഇതൊരു ബെസ്റ്റ് ടാക്സ് പ്ലാനിങ് ഓപ്ഷൻ കൂടിയാണ്. സ്പോർട്സ് ടീമുകളെ ഓൺ ചെയ്യുക, സ്പോർട്സ് ടീമുകളുള്ളതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടാക്സ് പ്ലാനിങ് ഓപ്ഷൻ. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പൃഥ്വിരാജും എല്ലാവരും വരെ വന്ന് നല്ലൊരു ഓപ്ഷനാണ്. സ്പോർട്സ് ടീമുകൾ അവിടെയുള്ള ലോസുകളെ മാക്സിമം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊരു നല്ല, ഞാൻ പറയട്ടെ, ലീഡിങ് ആയ എല്ലാ ബിസിനസ് ഓണേഴ്സിനും ടീമുകളുണ്ട്. പുറത്തൊക്കെ ഹോഴ്സ് ടീമുകളുണ്ട്, ഹോഴ്സ് റേസിംഗ് ടീമുകൾ, ബെറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട്. ചെന്നൈയോ മുംബൈ അങ്ങനെ അവിടെയൊക്കെ കുറച്ചുണ്ട്. കേരളത്തിലാന്ന് തോന്നുന്നു അങ്ങനത്തെ കൾച്ചർ ഇല്ലാത്തതെന്ന്. ബാംഗ്ലൂരൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി ഒരു Tier 2 Tier 3 സിറ്റിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കമ്പാരിറ്റീവ്ലി ബാംഗ്ലൂർ മുംബൈ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ക്യാഷ് ഫ്ലോ ഇവിടെ വളരെ കുറവാണ്. അത്തരത്തിലുള്ള ബിസിനസ്സുകാർ ഇവിടെ വളരെ കുറവാണ്. എന്നാലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി ബാംഗ്ലൂർ മുംബൈ വെച്ച് നോക്കുമ്പോൾ ഒരു അപ്പോൾ അബൈ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം ബാംഗ്ലൂർ മുംബൈ ഒക്കെ അല്ലേ. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും മൈഗ്രേഷൻസ് ഒക്കെ മനസ്സിലുണ്ടോ? എനിക്ക് ഓൾറെഡി ഇന്ത്യയുടെ എല്ലാ പാർട്ടിൽ നിന്നും ക്ലയൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇത് നോൺ മലയാളീസ് ഉണ്ട്. കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയതുകൊണ്ട് ഫിസിക്കൽ പ്രസൻസ് ഇപ്പോൾ ഒരു മാറ്റർ അല്ല ഈ പരിപാടിയിൽ. അപ്പം നിങ്ങൾ എൻ്റെ ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പണി എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് ചെയ്യാം, അത്രേ ഉള്ളൂ ഇപ്പോൾ ഇത്. അതുകൊണ്ട് എനിക്ക് മുംബൈയിൽ ക്ലയൻസ് ഉണ്ട്, ബാംഗ്ലൂർ ക്ലയൻസ് ഉണ്ട്, എനിക്ക് ബാംഗ്ലൂർ സ്റ്റാഫൊക്കെ ഉണ്ട്, ഇൻറ്റേൺസ് ഉണ്ട്. നമുക്ക് വി ഹാവ് എ ടീം. അതുകൊണ്ട് എനിക്ക് എല്ലാ പാർട്ടിൽ നിന്നും ക്ലയൻസ് ഉണ്ട്. പിന്നെ കമ്മിങ് ടു ദ ഫിനാൻഷ്യൽ പാർട്ട്, ഒന്ന് മലയാളികളെക്കാൾ കൂടുതൽ പേ ചെയ്യാൻ വില്ലിങ്ങാണ് പുറത്തുള്ള ആൾക്കാർ.
തീർച്ചയായിട്ടും മലയാളികൾ പേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ 10 ലക്ഷം സേവ് ചെയ്ത് കൊടുത്താലും ബില്ല് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ആകെ ഒരു ദിവസത്തെ പണിയിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഒന്ന് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീ ആണ്. മാത്രമല്ല എൻ്റെ കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സിനിമ മേഖലയിലുള്ളവർ, യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ബിസിനസ്സുകാരൊക്കെയാണ് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അല്ല, ചെറിയ എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്യുന്നവർക്ക് ഒരിക്കലും എന്നെ കൊണ്ട് ഗുണമില്ല. നമ്മുടെ കൺസൾട്ടൻസി എടുത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ വരുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ അത്യാവശ്യം ഹൈ ഏണിംഗ് കാറ്റഗറി ആവുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാലഞ്ച് ഇതുവരെ വന്നിട്ടില്ല. യൂട്യൂബിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഈ സമയത്ത് ED റെയ്ഡൊക്കെ നടന്ന ഒരു സമയത്ത് അതുകൊണ്ട് അത് പിന്നെ ക്ലയൻസിൻ്റെ എണ്ണം കൂടിയെന്നുണ്ട് തോന്നുന്നല്ലേ? ആ റെയ്ഡ് നടന്നേലത്തെ ഒരു ക്ലയൻറ്റ് അന്ന് എൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പോഴും ആളെൻ്റെ ക്ലയൻറ്റ് തന്നെയാണ്. ആ റെയ്ഡ് നടന്ന 10 ആളിൽ ഒരാൾ എൻ്റെ ക്ലയൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ റെയ്ഡിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എല്ലാവരും, ഞാനും റെയ്ഡിൽ പാർട്ടായ ഒരാളാണ്. ഓക്കെ, അതായത് ഞാൻ എന്നെയും വിളിപ്പിച്ചിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. രാവിലെ തൊട്ട് രാത്രി ഏകദേശം ഒരു 12 മണി വരെ ഉണ്ടായിരുന്നു റെയ്ഡ്. ഞാൻ ലൈവായിട്ട് കണ്ട ആൾ കൂടിയാണ് ആ റെയ്ഡ്. എക്സ്പീരിയൻസ് ഞാൻ റെയ്ഡ് അതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ എന്താ ചെയ്ത് നമുക്കൊരു ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് വന്നുകൊണ്ട് നമ്മുടെ ക്ലയൻറ്റിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതിൽ ആ 10 ആളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടായിരുന്നു, ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. റെയ്ഡിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്കം പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇതെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. പുറത്തേക്ക് കുറവ് ആൾക്കാരെ വരുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പം നമ്മുടെ മമ്മൂക്കയാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഒക്കെ, മോഹൻലാലാണെങ്കിലൊക്കെ ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ മീഡിയ ഇതിനങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യും. മീഡിയ ഇതിനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും 10 കോടി വെട്ടിച്ചു, 1 കോടി വെട്ടിച്ചു, 2 കോടി വെട്ടിച്ചു എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഞാനത് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റമായിട്ട് പറയുമല്ല, പറയുന്നതിലും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഈ സാധനം 8 മണിക്കാണ് ഇവരുടെ എല്ലാവരും വീട്ടിൽ ഷാർപ്പ് ഇവർ എൻട്രി രാവിലെ. ഓക്കെ, ഷാർപ്പ് 8 മണിക്കാണ്. പിള്ളേരൊക്കെയുള്ള യൂട്യൂബേഴ്സ് അവർ രാത്രിയാണ് സ്ട്രീമിങ് കൂടുതൽ ഗെയിമേഴ്സ്. ഇപ്പം എനിക്കൊക്കെ ഉള്ള ക്ലയൻസിൽ മിക്ക ഗെയിമേഴ്സും രാത്രിയാണ് സ്ട്രീമിങ്, രാവിലെ കിടന്നുറങ്ങും. അതാണ് ഒരു പാറ്റേൺ. അപ്പോൾ രാവിലെ 8 മണിക്കാണ് ഈ 10 ആളുടെ വീട്ടിൽ ഒരേ ടൈമിൽ കയറുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇന്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ രാവിലെ 8 മണിക്ക് ഇവർ കയറി. ഒരു 8:15, 8:30 ആകുമ്പോഴേക്കും എല്ലാ മെയിൻ ചാനൽസിലും ന്യൂസ് വന്നിട്ടുണ്ട്. 8:15, 8:30 ആകുമ്പോഴേക്കും തന്നെ എല്ലാ മെയിൻ ചാനൽസിലും ന്യൂസ് വന്നിട്ടുണ്ട്. ഒരിക്കലും ഇവർ പറയില്ല. അതായത് ഇവരുടെ ഫോണും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് 5 മിനിറ്റിലെ ലോക്കാം. ഫസ്റ്റ് 5 മിനിറ്റിൽ ഇവരുടെ ഫോണും കാര്യങ്ങളും. അപ്പുറത്തിപ്പുറത്തുള്ള വീട്ടുകാർ ഇത് സ്പ്രെഡ് ചെയ്യില്ല ചാനലുകളിലേക്ക്. അതിനൊന്നുള്ള സമയമായിട്ടില്ല. സോ ഓഫ് കോഴ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മീഡിയനെ അറിയിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റെയ്ഡിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അന്ന് മനസ്സിലായി. അതായത് പണിയെടുക്കേണ്ടത് അത് മാത്രമല്ല, അതൊരു അവയർനെസ്സിൻ്റെ പരിപാടി കൂടിയായിരുന്നു. അതായത് ആ 10 ആള് ശരിക്ക് അവർ പെട്ടതാ. അതായത് ആ 10 ആൾക്കുള്ള പണിയല്ല അത്. ആ 10 ആളിലൂടെ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ വക പരിപാടിക്ക് ആരും നിൽക്കണ്ട. ഒരു ടോക്ക് ഉണ്ടല്ലോ, യൂട്യൂബേഴ്സ് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ടോക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഭയങ്കര കമ്മാണ്. ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പേ ഔട്ട്സ് യൂട്യൂബ് കൊടുക്കുന്നുള്ളൂ. കാരണം എല്ലാവരും ഇപ്പോൾ യൂട്യൂബറാണ്. ആർക്കും തുടങ്ങാം, ആർക്കും ചെയ്യാം. കണ്ടന്റ് ഒക്കെ ഭയങ്കര കൂടുതൽ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ കണ്ടന്റ് തട്ടിയിട്ട് ഞങ്ങൾക്കിവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അഭയ് അതിൻ്റെ ഭയങ്കര ചേഞ്ചിനാണ്. അഭയുടെ ഫീൽഡിൽ എന്താ പറയുക, അഭയ് മൊണോപ്പോളിയാണ്. എന്താ പറയാ, അഭയ് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം പോലെ കോണ്ടന്റ്. എന്ത് പറയാ, എന്ത് പറയാ, അവിടെ വേറെ പ്രശ്നമില്ലേ, ഈ കണ്ടന്റ് ക്രിയേഷൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി പാളി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഓൾറെഡി ഇപ്പൊ പ്രൊഫഷണൽ ഹൈറ്റേഴ്സ് ഉള്ളത് കൊണ്ടുള്ള പണികൾ. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആ കാര്യത്തിൽ. കാര്യം ഞാൻ അത്രയും സ്റ്റഡി ചെയ്തിട്ട് ഒരു കാര്യം പറയുള്ളൂ. എൻ്റെ വായന ഒരു വാക്ക് പോലും. പിന്നെ ഇങ്ങനത്തെ പോഡ്കാസ്റ്റിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യം. ഞാനിങ്ങനെ കുത്തി ചകഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു. ഞാൻ പറയട്ടെ, എൻ്റെ വായന ഇല്ലീഗാലിറ്റി വരില്ല എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെന്ന്. ഇപ്പം ഞാൻ എന്തിനു പേടിക്കേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ ഇല്ലീഗാലിറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, തീർച്ചയായും കോൺഫിഡൻ്റ് ആണ് ഞാൻ. എന്താ മടിയിൽ കനവില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മിസ്ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ തെറ്റായ ഇൻഫർമേഷനാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന പലരും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ഷെയർ ചെയ്ത് വരും. ഓക്കെ, ഇത്രേ പറയുള്ളൂ. മിസ്ലീഡിങ് ആണെന്നേ പറയുള്ളൂ. എന്താണ് മിസ്ലീഡിങ്? റോസ്റ്റിംഗ് വീഡിയോസ്. അതുപോലെ എന്താണ് എൻ്റെ പ്രൊഫഷനിൽ തന്നെ ആയിരിക്കും. ബട്ട് എന്താണ് മിസ്ലീഡിങ്, ഏത് സെക്ഷനാണ് വയലേറ്റ് ചെയ്യുന്നതെന്നൊന്നും പറയില്ല. മിസ്ലീഡിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവരോട് സ്ഥിരം പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ മിസ്ലീഡിങ് ആയ ഒരു സാധനമാണ് പറയണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ ഒരു ലീഗൽ സ്യൂട്ട് ഫയൽ ചെയ്തോളൂ. അങ്ങനെ ഞാൻ തെറ്റ് പറയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ എനിക്ക് ബാൻ കിട്ടില്ലേ? ഓപ്പൺ ചലഞ്ച്. റൈറ്റ്. അങ്ങനെ ഒരു ഞാൻ എന്താ പറയുക, നിയമപരമല്ലാത്തൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ബാൻ കിട്ടില്ലേ? എൻ്റെ പേജ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നത് നിങ്ങളൊന്ന് കയറി നോക്കി. ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും.
പ്രൊഫൈൽ നോക്കിയാൽ GST ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, IAS ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, സെലിബ്രിറ്റീസ് ഉണ്ടായിരിക്കും. ഇവരുടെയൊക്കെ മുന്നിൽ വന്നിരുന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? അത്രയും ടാർഗറ്റഡ് ആണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? ആ കോൺഫിഡൻസ് എനിക്കുണ്ട്, ആ നോളേജിൻ്റെ കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെയും ഈ GSTയിൽ ഇത്ര നിയമങ്ങൾ അല്ലെങ്കിൽ ടാക്സിൽ ഇത്ര നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരൊക്കെ പബ്ലിക് ഇതെല്ലാം ഉപയോഗിക്കണം എന്ന് കരുതി തന്നെയല്ലേ നിയമങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പബ്ലിക് ഉപയോഗിക്കണം എന്നല്ല, പബ്ലിക്കിൽ എലൈറ്റ് ക്ലാസ് ഉപയോഗിക്കണം എന്നാണ് അവരുടെ ഇൻറ്റൻഷൻ. റൈറ്റ്. നമ്മളെല്ലാവരും അത് ഉപയോഗിക്കണം, അതാണ് എൻ്റെ അജണ്ട. എലൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് എഴുതി വെക്കണം, അല്ലാണ്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ലോ മേക്കറും ലൂപ്പ് എഴുതി വെക്കില്ല. ഓക്കെ അല്ലേ? ഗ്യാപ്പ് വിടില്ല. സാധാരണക്കാരൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഗ്യാപ്പ് വിടില്ല. ഉറപ്പായിട്ട് എലൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കോർപ്പറേറ്റ് ലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് ഓരോ നിയമം വായിക്കും പറയാം, ഇത് അംബാനിക്ക് വേണ്ടിയിട്ടാണ്, ഇത് അദാനിക്ക് വേണ്ടിയിട്ട്. സ്പെഷ്യൽ സാധനം നമുക്ക് വായിക്കുമ്പോഴേ അറിയാം, ABC ക്ലോസ് ഒക്കെ വായിക്കുമ്പോഴേ അറിയാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നത് അത് സാധാരണക്കാരനിലേക്ക് എത്തണം, അതിലല്ലേ രസമുള്ളൂ. അപ്പം എന്താ വെച്ചാൽ എക്കണോമി കുറച്ചും കൂടി സ്ട്രോങ് ആയി, എല്ലാവരും അവെയറായി, എല്ലാവരും കളിച്ചു തുടങ്ങി ഈ കളികൾ. ഓക്കെ. അബൈയുടെ ഇതിങ്ങനെ സംസാരിക്കണ കേൾക്കുമ്പോഴാണ് ഓക്കെ അബൈയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ആക്ച്വലി, പഠനം എങ്ങനെയായിരുന്നു, അത് ഈ ഫീൽഡിലോട്ട് എങ്ങനെ എത്തി? ഞാൻ +2 കഴിഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്വന്തം ഇഷ്ടത്തിൽ പോയതാണോ അതോ പെട്ടുപോയതാ? പാരൻസും അല്ല, ഈ പറയുന്ന എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. അതായത് സംതിങ് ബിഗ് ആവണം എന്നുള്ളൊരു മൈൻഡുണ്ട്. ബട്ട് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്ത നിൽക്കുന്ന ഒരു പോയിന്റിൽ ജസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. പിന്നെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ +2 കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്തു. അത്യാവശ്യം നല്ല മാർക്കിൽ എല്ലാ പേപ്പേഴ്സും പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി തുടങ്ങി. ഫൈനലിൻ്റെ ഒരു ഗ്രൂപ്പ് മാത്രം ഞാൻ പെൻഡിങ് വെച്ചു. കാര്യം അപ്പോഴേക്കൊക്കെ ഇതിൻ്റെ ഒരു ആർട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് അപ്പോഴും കിട്ടി തുടങ്ങിയൊന്നും ഫൈനൽ കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ മുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും, ബോഡി തരുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ടാണ്. ഫൈനലിൻ്റെ ഒരു പേപ്പർ, ഒരു ഗ്രൂപ്പ് മാത്രം ഞാൻ അവിടെ ബാക്കി വെച്ചു. ടാക്സ് ആണ് കൂടുതലുള്ളത് ആ ഗ്രൂപ്പിൽ. ഇപ്പോൾ വേണമെങ്കിൽ എഴുതാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പം അടുത്തില്ല, നോട്ട് ഇൻ നിയർ ഫ്യൂച്ചർ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എൻ്റെ പേരൊന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നാലാളെന്നെ അറിയട്ടെ എന്നിട്ട് മതി എന്നുള്ള. എനിക്ക് അതിൽ അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല. കാര്യം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പ്രിഫിക്സ് ഉണ്ടെങ്കിൽ മാത്രം ഒന്നല്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അവയർനെസ് തരാത്ത എത്ര CA കേരളത്തിൽ CA ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്നത് CA എങ്ങനെ പാസ്സാവുന്ന പഠിപ്പിച്ചിട്ടാണ്. പലരും കാശ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ. ഉറപ്പായിട്ടും ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്കീം നമ്മൾ പബ്ലിഷ് ചെയ്ത്, അപ്പോൾ നമുക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ പല ആൾക്കാരുടെയും ഫണ്ടുകൾ നമ്മൾ ഡയറക്റ്റ്, ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ മണി ഹാൻഡിൽ ചെയ്യാൻ മാത്രമാണ് നമുക്ക് നിയമങ്ങളിൽ പ്രശ്നമുള്ളൂ. ഫോറിൻ പോർട്ട്ഫോളിയോ മണി ഹാൻഡിൽ ചെയ്യാം. ഇതുകൂടാതെ പ്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾക്ക് 1 കോടി രൂപ തരാൻ റെഡിയാണെങ്കിൽ നമ്മൾ പ്രോപ്പ് ഡെസ്കുകാരായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എംപ്ലോയി ആയിട്ട് 1 കോടി രൂപ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഇൻകത്തിന് നമുക്കത് പ്രൊഫഷണൽ ഇൻകാക്കാം. ടാക്സ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു 5 ആൾക്ക് സാലറി ആക്കി, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആരും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വളരെ കുറച്ച് ബ്രോക്കേഴ്സാണ് ഇപ്പോൾ പ്രോബൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കറൻറ്റ്ലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിലേക്കൊക്കെ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ട്രേഡേഴ്സിനെ വേണം. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്ന ട്രേഡ് നമുക്ക് ഇന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, റിസ്ക് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ എന്നെ പോലെ ഡിഫറെൻറ്റ് മെത്തേഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വേണം. അപ്പോൾ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തു, ട്രേഡ് ടോക്സിൽ വന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ 1 കോടി രൂപ കൊടുക്കും. ഇത്ര നാളായിട്ട് നമുക്ക് 1000-2000 ആപ്ലിക്കേഷൻ കിട്ടിയാലും നമുക്ക് കിട്ടിയത് 2 ആളെ. അവരുണ്ടാക്കുന്ന നമ്മൾ 1 കോടി രൂപ വെച്ച് ട്രേഡിംഗ് മണിയായിട്ട് കൊടുത്തു. അവരുണ്ടാക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പകുതി അവർക്ക്, പകുതി ട്രേഡ് ടോക്സ്. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഇന്ന മെത്തേഡിൽ ചെയ്യണം. അത്രയും കുറവാണ് സക്സസ്ഫുൾ ട്രേഡേഴ്സ് ഉള്ളതെന്നാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് CAലും അതുണ്ട്. കൂടുതൽ CAക്കാർ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രോവേർഡ്സ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മേജോറിറ്റി ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻട്രോവേർഡ്സ് ആണ്. അതായത് ഒരു കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വെറുതെ പറയുന്നത്. ഇത് മറ്റേ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ക്ലയന്റിനെ പിടിക്കാനും അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ചില ചാർട്ടേഡ് അക്കൗണ്ടൻസ് പഠിപ്പിക്കുന്നവർ, അതായത് CA ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനൊക്കെ റൺ ചെയ്യുന്ന പോസ്റ്റേഴ്സൊക്കെ എനിക്ക് തന്നെ സ്പോൺസേഡ് വരും. അതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല. അതായത് ഒരിക്കലും ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ഒരു സോളിസിറ്റേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുണ്ട്.
ഇപ്പോൾ ബോർഡ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരേ സൈസ്, ഒരേ ലെറ്റർ, ഒരേ കളറായിരിക്കും. കാർഡും എല്ലാം ഒരേപോലെ ആയിരിക്കും. അതൊക്കെ നിയമമുണ്ട്. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് നോളജ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അത് ഒന്നാമത് ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ ഇൻട്രോവേർട്സ് ആണ് ആൾക്കാർ. 2, പാസ് ഔട്ട് ആവുന്ന എല്ലാവരും ഇത് കൃത്യമായിട്ട് ഉള്ളിലേക്ക് ആവാഹിച്ച് പഠിച്ചിട്ട് പുറത്ത് വരുന്നവരല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനിപ്പോൾ ആ കോഴ്സ് പഠിച്ച ആളാണ്, ഞാൻ അത്യാവശ്യം നല്ല മാർക്കിൽ പേപ്പേഴ്സ് പാസ്സായ ആളാണ്. കുറേ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവുന്ന ഒരു മെക്കാനിക്കൽ എക്സാമാണ് CA. പക്ഷെ ഇവിടെ എനിക്ക് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ IAS ആണെങ്കിലും PSC ആണെങ്കിലും CAയുടെ എക്സാമിനാണെങ്കിലും എന്താണെന്ന് പോലും അറിയാതെ 5-10 വർഷം ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ലൈഫ് കളയുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു CAയിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ട്രെൻഡ് ഭയങ്കര. പാരൻസ് എൻ്റെ മോനെ CA ആയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങിന് വിടുന്നു. ചിലപ്പോൾ ഡിഗ്രിക്ക് പോലും അവനെ ചേർത്തേണ്ടാവില്ല, +2 കഴിഞ്ഞ് വിടുന്നു. ഒരു 5, 6, 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും പാരൻസ് റിയലൈസ് ചെയ്യുന്നത്, അവന് CA പാസ് ആവാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അപ്പോഴേക്കും മനസ്സും അടുത്തുണ്ടാവും. ഇങ്ങനെ ലൈഫ് കളയുന്ന കുറേ ഇത് നിങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമല്ലേ? ഡെഫിനറ്റ്ലി. ഇത് ഞാൻ ഒരുവിധം എല്ലാ സ്റ്റേജിലും പോയി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ടാക്സ് എന്നൊരു സബ്ജക്റ്റ് എടുക്കുക. CA പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റ് ടാക്സ് പഠിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് കേൾക്കുന്നു, ഫുള്ള് പഠിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര ക്ലാസ് കേട്ടാലും അന്ന് പഠിച്ച സാധനം വിറ്റ് പൈസയൊക്കെ എങ്ങനെയെന്ന് ഇയാൾ പഠിക്കുന്നില്ല. അത് പഠിക്കാത്തോടത്തോളം കാലം ഇയാൾക്ക് എങ്ങനെ ഈ കരിയർ എക്സൈറ്റിംഗ് ആയിട്ട് വരിക? ഇപ്പോൾ എൻ്റെ ഒരു സെഷൻ ഒരു ദിവസം ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്ത് മണി ആക്കാൻ ആ കേൾക്കുന്നവന് പറ്റണം. അതല്ലേ ടീച്ചിങ്. അതെ, അല്ലെങ്കിൽ അത് ടീച്ചിങ് അല്ല, ജസ്റ്റ് ലെക്ചറിങ് ആണ്, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് അത് മനസ്സിലാവണില്ല. അതാരും മിസ്റ്റേക്കാണ്, അത് പഠിപ്പിക്കുന്നവരുടെ മിസ്റ്റേക്ക്, സ്റ്റുഡൻറ്റിൻ്റെ മിസ്റ്റേക്ക് അല്ല. അങ്ങനെ ഒരു കൂട്ടം സ്റ്റുഡൻസ് പുറത്ത് വരുന്നതുകൊണ്ടാണ് അവർക്ക് ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. നേരെ മറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. കറക്റ്റായിട്ട് ഒരു സാധനം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് മോണിറ്ററി ടേംസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് ഇത് ഫിനിഷ് ചെയ്യണമെന്നില്ല, അല്ലേ? ഈ കോഴ്സ് ഫിനിഷ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ഹാഫ് സ്റ്റേജ് എത്തിയാലും വി ക്യാൻ മേക്ക് മണി, ഹെൽ ലോട്ട് ഓഫ് മണി, അല്ലേ? 4 ഫ്രണ്ട്സിന് ITR ഫയൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ തന്നെ യു ക്യാൻ മേക്ക് മണി. ഫസ്റ്റ് സ്റ്റേജ് ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ തന്നെ ഹി ക്യാൻ മേക്ക് മണി, കറക്റ്റായിട്ട് കിട്ടിയാൽ. അപ്പോൾ അത് സ്റ്റുഡൻസിൻ്റെ പ്രശ്നമല്ല, സത്യം പറഞ്ഞത് അത് പഠിപ്പിക്കുന്നവരുടെ പ്രശ്നമാണ്. ഇതിനെ എങ്ങനെ വിറ്റ് പൈസ, ഇപ്പോൾ അക്കൗണ്ട്സ് കുറേ പഠിക്കുന്നു, ഇതിനെ നാളെ ഇത് എങ്ങനെ വിറ്റ് പൈസ ആക്കാൻ പറ്റുമെന്ന സ്റ്റുഡൻറ്റിന് അറിയണം. എന്നാലേ അതിൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് കുറേ പേര് ജീവിതം പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, നല്ല പോയിന്റാണ്. കാരണം അവരെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയുള്ള ഒരു ട്രെയിനിങ്. അതായത് ലിറ്ററലി ഇത്രേ ഉള്ളൂ. ഇതൊക്കെ പൈസയിലാണ് ചെന്ന് അവസാനിക്കുന്നത്, അല്ലേ? അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഫിലോസഫി പറയാൻ വേണ്ടിയിട്ട് ആരും ടാക്സ് നിയമങ്ങൾ പഠിക്കില്ല, കോർപ്പറേറ്റ് ലോ പഠിക്കാൻ വേണ്ടിയിട്ടും ആരും ചെയ്യില്ല. ഇതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പണമാണ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾക്ക് ടാക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പറഞ്ഞു കൊടുക്കുന്നതൊന്നും എങ്ങനെ പൈസയ്ക്ക് മാറ്റാമെന്ന് അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനാണ് ഫെയിലർ, അല്ലേ? അപ്പോൾ അത് ആ ഫാക്കൽറ്റി ഗ്രൂപ്പാണ് മനസ്സിലാക്കേണ്ടത്. 5 കൊല്ലം 10 കൊല്ലമൊക്കെ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു. വേറൊരു കേസുണ്ട്, കാരണന്മാർക്ക് പറയാം എൻ്റെ മോൻ CAക്കാണ് പഠിക്കുന്നത്. അതുണ്ട്, ആ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ട്. ഈ പറയുന്ന പോലെ കുറേ കാലത്തേക്ക് പറയാനുള്ള ഒരു 5-6 കൊല്ലത്തേക്ക് ഈ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. അത് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ അവസാനത്തേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമുക്ക് അവസാനം ഒരു സ്പെഷ്യൽ സാധനം കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വൈറൽ സാധനം, ഒരു സാധനം അവർ ഇത്ര നേരം വെയിറ്റ് ചെയ്തു, നമ്മുടെ കഥയൊക്കെ കേട്ടു, കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവർക്ക് റിയൽ ബെനിഫിറ്റ് ഇന്റർവ്യൂസിന് പോകുമ്പോൾ വൈറൽ സാധനം കിട്ടാൻ വേണ്ടി ലാസ്റ്റ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. പഴയ പ്രേമം അതേ ഇവിടെ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെ ഒരു 10 ലക്ഷം രൂപ കൂടുതൽ സേവ് ചെയ്യാൻ ഏറ്റവും വൈറൽ. ഇപ്പൊ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതിനു ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചത് ഒരുത്തനും എൻ്റെ ചാനൽ കാണില്ല, ആകെ കാണാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഇന്ന് ഈ പറയുന്ന പോലെ നമുക്ക് റീച്ച് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. എന്തോ മറ്റേ ഇതുവരെ കിട്ടാത്ത സിനിമാക്കാര് ഫോളോ ചെയ്യുന്നു. പക്ഷെ എനിക്ക് തന്നെ അബയുടെ വീഡിയോ അയച്ചു തരുന്നത് നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ട്രേഡേഴ്സ് ഒക്കെയാണ്. ഇത് ഇങ്ങനെ ഒരാൾ ടാക്സ് സേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, സുല്ല് നടക്കും. അപ്പോൾ ഞാൻ ദൈവം ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആളെ വിളിക്കും, ഇങ്ങനെ വീഡിയോ ഉണ്ട്. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അബയിനെ കണക്ട് ചെയ്യാനും ഈ ഒരു നമ്മുടെ ഒരു സീറ്റിൽ കൊണ്ടുവന്നിരുത്തും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആയിട്ട് കുറച്ച് സാധനം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനും നമ്മൾ ട്രൈ ചെയ്യുന്നത്. പബ്ലിക്കിൽ സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പലരും അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നവരാണ് ട്രേഡേഴ്സ്. കാരണം 50 ലക്ഷം 70 ലക്ഷത്തിന് മുകളിലായിരിക്കും നമ്മുടെ ഒരു വർഷത്തെ ടാക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കും. 6 മന്ത് കൂടുമ്പോഴൊക്കെ നമ്മൾ അടച്ചു പോകുന്നൊരു കേസുണ്ട്. F&O ട്രേഡിങ്ങിൽ ഒരു 1 കോടി രൂപ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ
30% ആയിരുന്നു നമ്മുടെ ടാക്സ് ലാഭം വരിക. ഇത്രയൊക്കെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര രൂപ വരെ സേവ് ചെയ്യാൻ പറ്റും എനിക്ക്? F&O അത് ഡിപ്പെൻസ്. ഇയാൾ സെലക്ട് ചെയ്യുന്ന സ്ട്രാറ്റജീസ് പ്രകാരം ഇരിക്കും ടാക്സ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ 1 CR നിങ്ങൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഈ 1 CR പ്രോഫിറ്റിൻ്റെ കൂടെ തന്നെ ലോസ് ഉണ്ടായിരിക്കും, കുറച്ച് എമൗണ്ട് ലോസ്, ഫൈനൽ നെറ്റ് P&L. അപ്പോൾ 1 CR ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ വേറൊരു രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാം. ഒരു 50 lakhs പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു 60 lakhs പ്രോഫിറ്റ്, 40 lakhs ലോസ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 60 lakh നെറ്റ് ഇയാളുടെ കയ്യിലേക്ക് കിട്ടുന്ന ലാഭം, 40 lakhs ലോസാണ്. ഇതിൽ 60 lakhs പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കാൽക്കുലേഷൻ തുടങ്ങും ആൾക്കാർ. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എന്താ വെച്ചാൽ കാര്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല ഇവർക്ക്, ആകെ ഇൻ്റർനെറ്റ് എക്സ്പെൻസ്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ പരിപാടിയുണ്ട്. ഞാൻ എല്ലാ മാസവും സാലറി കൊടുക്കുന്നുണ്ട്. പപ്പയ്ക്കൊരു എമൗണ്ട് ഇട്ട് കൊടുക്കും, അമ്മയ്ക്ക് ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കും, എൻ്റെ വണ്ടിയുടെ ഡിപ്രിസിയേഷൻ, അങ്ങനെ കുറച്ച് അതൊക്കെ ചെയ്യാം. ഇതിൽ എനിക്കൊരു കുറച്ചും കൂടി ഞാൻ ഒന്നും കൂടി അതിനെ ക്ലാരിറ്റി പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും സാലറി ആയിട്ട് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇവർക്ക് നാച്ചുറലി ഇവർ നമ്മുടെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം, നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ലീഗലി. സാലറി എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കണേക്കെ കുറച്ചും കൂടി പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുക അവർക്ക്. ഓക്കെ, അപ്പോൾ അവരുടെ ഹാൻഡ്സിലോട്ട് ഇത് വരുമ്പോൾ അവർക്കും ഇത് ടാക്സ് ഫ്രീ ആക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ വരും. സാലറി എന്ന് പറയുമ്പോൾ ലോക്കായി വരും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സാലറി മാത്രമല്ല ഒരു ലിമിറ്റഡ് എമൗണ്ടേ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ടാക്സ് വലിയ ടാക്സ് വരും. നിങ്ങൾക്ക് അത് പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ കയ്യിലേക്ക് എത്തും, നമുക്ക് മാറ്റില്ല. നമുക്ക് 10 ലക്ഷം പോകുന്നത് അവിടെയും ഇവിടെയും സാലറി എന്ന് പറഞ്ഞാലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതൊക്കെ പോയി ആരോടെങ്കിലും ചോദിക്കും, ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഏത് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പബ്ലിക്കിൽ ആരെങ്കിലും ഉണ്ട്? ഇഷ്ടംപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പുറത്തോട്ട് പറയാനുള്ളൊരു ധൈര്യം ആൾക്കാർക്കില്ല. അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ഇത് പുറത്ത് ആൾക്കാർ അറിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സിനെ കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ F&Oയിൽ റെഗുലർ പ്രോഫിറ്റ് ഉള്ള ഒരാൾ ഇതൊരു പ്ലാൻ ചെയ്യണം, ഇതിനൊരു ബിസിനസ് പോലെ ബിൽഡ് ചെയ്യണം. ഓക്കെ, സാധാരണ ഒരു കച്ചവടം പോലെ കാണിക്കാം. എല്ലാ മാസവും എക്സ്പെൻഡിച്ചേഴ്സും. ഇപ്പം നിങ്ങൾ ഒരു യാത്ര ചെയ്യാണ്, ആ യാത്രയുടെ സാധനങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാ ബിസിനസ്സിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ. അതിൻ്റെ ചിലവുകൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ AC-യുടെ ചിലവുകൾ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം, ലീഗലി ടാക്സ് പ്ലാനിങ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്ട്രക്ചറൈസ്. പിന്നെ പ്രിസംപ്റ്റീവ് സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്. അതായത് ടോട്ടൽ ടേൺ ഓവറിൻ്റെ വെറും 6% നിങ്ങളുടെ ലാഭം ഉള്ളൂ എന്ന് ഡീം ചെയ്യുന്നൊരു നിയമമാണത്. അതെങ്ങനെയാണ്? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 60 lakhs പ്രോഫിറ്റ് വന്നു, 40 lakhs ലോസ് വന്നു. ഒരു F&O ചെയ്യുന്ന ആളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാണ്. 1 CR ആണ് ഇയാളുടെ ടേൺ ഓവർ, അതായത് പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും സമ്മാണ് 1 CR. ആബ്സൊല്യൂട്ട് ഫിഗേഴ്സിൻ്റെ സമ്മാണ്. 1 CRൽ 6% ഇയാൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ എന്ന് നിയമം ഡീം ചെയ്യുന്ന പ്രൊവിഷനാണ് പ്രിസംപ്റ്റീവ് സ്കീം. ഓക്കെ, 1 CRൻ്റെ 6% എന്ന് പറഞ്ഞാൽ 6 lakhs, 7 lakhന് താഴെ ടാക്സ് വേണ്ട. അപ്പോൾ 60 lakh പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരാളും 0 ടാക്സ് ആണ് പേ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ പക്ഷേ ബുക്കിൽ 60 lakhs പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് വരും, ലീഗൽ പ്രോഫിറ്റ്, വൈറ്റ് മണി. ഓക്കെ, മറ്റോടത്ത് 6 lakh പേപ്പറിൽ കാണിക്കേണ്ടു. ഇറ്റ് ഈസ് എ ഡീമിംഗ് പ്രൊവിഷൻ. നമുക്ക് ഓപ്ഷൻ തരികയാണ്, ചെയ്തോളൂ മതി, ബാക്കി 94% എക്സ്പെൻസ് ആണ് ഞങ്ങൾ ഡീം ചെയ്ത്. ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഇതുണ്ട്. ബട്ട് ഇതിനൊക്കെ ലീഗലി സ്ട്രക്ചറൈസ് ചെയ്യണം, ലീഗലി അതിലേക്ക് എത്തണം, ഇല്ലീഗലി പ്ലാൻ ചെയ്തെത്തിക്കണം. 1 CR ആണ് ടേൺ ഓവർ വരുന്നത്, 6% ഇൻകം. ഇത് മതി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മതി, റൈറ്റ്? പ്രിസംപ്റ്റീവ് സ്കീം എന്ന് പറയും. ഒറ്റയടിക്ക് നമുക്ക് സേവ് ആയത് 50 ലക്ഷം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ തവണ മുതൽ അങ്ങനെയൊക്കെയും പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വഴീനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ അച്ഛനമ്മ പാരൻസിനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് വെക്കാം. അത് പാടില്ല എന്നൊരു നിയമം പറയുന്നില്ല അല്ലേ? അപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, അമ്മ നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുന്നു, അതൊരു ജോബല്ലേ? തീർച്ചയായിട്ടും അതൊരു സർവീസ് അല്ലേ? നമ്മൾ ട്രേഡ് ചെയ്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഫുഡ് കിട്ടുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് സർവീസ്. എന്തുകൊണ്ട് അവരെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാക്കി കൂടെ? അങ്ങനെ വെച്ചാൽ ഫുഡ് തരുന്ന ഒരു സർവീസ് ചെയ്തുകൂടെ? ഒരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം അവർക്ക് അയച്ചു കൊടുത്തൂടെ? അവർക്ക് പ്രൊഫഷണൽ ഫീ ആയിട്ട് അവർ ഹാപ്പി ആവും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഒരു അഡീഷണൽ കാര്യം. അമ്മയ്ക്ക് നമ്മളിപ്പോൾ 10 ലക്ഷം അയച്ചു കൊടുത്തു, പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞിട്ട് വെച്ചു. സാലറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് ഹയർ ടാക്സിലോട്ട് വരും. പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞു കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അവർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ 10 ലക്ഷം അമ്മയുടെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ചിലർ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലാത്തൊരു അയ്യോ ഇതിപ്പോൾ അമ്മയുടെ കയ്യിലായില്ലേ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിലായില്ലേ എന്നുള്ള ടെൻഷൻ. അവരത് തിരിച്ചയച്ചോട്ടെ, അവരത് തിരിച്ചയച്ചാൽ നമ്മുടെ കയ്യിൽ ടാക്സ് ഇല്ല. കാരണം എന്താ? അമ്മ മകന് കൊടുക്കുന്ന പണത്തിന് ടാക്സ് ഇല്ല. അങ്ങനെ നിയമമുണ്ട് ഇൻകം ടാക്സിൽ.
അമ്മ മകന് കൊടുക്കണമാണ് അല്ലെങ്കിൽ അച്ഛൻ മകന് കൊടുക്കണമാണ് ടാക്സ് ഫ്രീ ആണ്. നാളെ മറ്റന്നാൾ ഇത് അയച്ചെന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഗിഫ്റ്റിന് ടാക്സ് ഇല്ല. ആർക്ക്? റിലേറ്റീവ്സ് കൊടുക്കുന്ന ടാക്സ് ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പൂവും ചെയ്ത് തിരിച്ചെത്തിയത് ടാക്സും ഇല്ല. ഈ ട്രേഡ് ചെയ്യുന്ന പലരും ഇപ്പം ഞാൻ ഈ പറയണതിൽ ഒരു ഇല്ലീഗാലിറ്റി ഇല്ല എന്നുള്ളത് എനിക്കറിയാം, ഉറപ്പാണ്, ധൈര്യമായിട്ട് എനിക്ക് പറയാം. ഇത് കറക്റ്റായിട്ട് സ്ട്രക്ചറൈസ് ചെയ്താൽ ഇല്ലീഗൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ദേ ആർ ഗിവിങ് സർവീസസ്. അമ്മയും അച്ഛനും ഉറപ്പായിട്ടും സർവീസ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, എല്ലാവരും ഇൻകം ടാക്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആ ഫയൽ ചെയ്യുന്നതിൻ്റെ തലയാഴ്ചയാണ്. അതുകൊണ്ടായിരിക്കാം. അതല്ല, ഒന്നാമത്തെ അവെയർ അല്ല പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മന്ത് മുതൽ വർക്ക് ചെയ്യണ്ടേ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ നീന്താൻ അറിയില്ല എന്ന് വിചാരിക്കുക, സ്വിമ്മിങ് പഠിക്കാം. കാര്യം എന്താ, അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അറിയില്ല എന്ന് പോലും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അതിനെ പഠിക്കുക അല്ലേ? ഞാൻ മനസ്സിലായില്ലേ? ഒരു സാധനം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. ഇങ്ങനൊരു സാധനം ഇല്ല എന്നാണ് നമ്മുടെ വിചാരം എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ആ അവയർനെസ് ഉണ്ടാക്കണം. ഇപ്പോൾ ടാക്സ് പ്ലാനിങ് എന്നുള്ളൊരു വാക്ക്, ഇത് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്ന ഒരു വാക്ക് എന്താണെന്ന് ആൾക്കാർ അറിയില്ല. ടാക്സ് പ്ലാനർ എന്താണെന്ന് അറിയില്ല, ടാക്സ് പ്ലാനിങ് എന്താണെന്ന് അറിയില്ല. നമ്മൾ ആ വാക്ക് ഫെമിലിയർ ആക്കണം ആദ്യം, എന്നിട്ടല്ലേ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മലയാളിക്ക് അറിയാവുന്ന ടാക്സ് പ്ലാനർ ആരാന്നറിയോ? 500 രൂപയ്ക്ക് ITR ഫയൽ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും ഇത്രയും പൈസ സേവ് ചെയ്ത് തരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ റെഡിയാണ് ഇത് പഠിക്കാനും ടാക്സിനെ കുറിച്ച് പഠിക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു പ്രൊഫൈൽ എന്ന് പറയാം. അബയുടെ ഒരു ചാറ്റ് GPT ക്രിയേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതെ ആവശ്യം അവസ്ഥ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും. അതെനിക്കൊരു പേടിയായി. അതൊരു അല്ലേ നമുക്കൊരു ചാലഞ്ച് കൂടി. അബയി ട്രെയിൻ ചെയ്ത് അബയ കൊടുക്കുന്ന ആൻസേഴ്സ് വെച്ച് ട്രെയിൻ ചെയ്ത് ചിലപ്പോൾ അബയുടെ ഒരു ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്കെയിൽ ചെയ്യുന്ന പ്രശ്നം, സെയിം ടൈം മൾട്ടിപ്പിൾ ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ചിന്തിക്കാൻ അങ്ങനെയൊക്കെ അല്ലേ? കാരണം ഒരു അബയല്ലേ ഞങ്ങൾക്ക് ബേസ് വേണമെങ്കിൽ. അബയമാരുണ്ടായിരിക്കാം, പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. നമ്മൾ ഇതൊന്നും സംസാരിക്കാൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആരെ പേടിക്കുന്നത്? എന്തിനെ പേടിക്കുന്നത്? നമുക്ക് ED പിടിച്ചാലോ എന്നുള്ള. എങ്ങനെ പിടിക്കുക? ഞാൻ പറയുന്നത് നിയമപരമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ല, മണിയുടെ കേസ് പറയാൻ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പേടിയാണ് ആ ഒരു സാധനമാണ്. പക്ഷെ അവിടെ ഒരു മാറ്റം. ഇപ്പം ഞാൻ കൺസൾട്ടൻസിനോട് പറയും, മേ ബി അവർക്ക് എന്നോട് ഹേറ്റഡ് ഉണ്ടായിരിക്കാം, എന്നാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടി സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രഡീഷണൽ ടാക്സ് കൺസൾട്ടൻറ്റിനെ അറിയാം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അറിയാം അല്ലേ? ആളെന്ന് മനസ്സിൽ കാണുക. പുള്ളിയുടെ ക്ലയൻസ് മിക്കവാറും എവിടെ നിന്നായിരിക്കും? പുള്ളി നിൽക്കുന്നതിൻ്റെ ഒരു 5 കിലോമീറ്റർ റേഡിയസ്, റൈറ്റ് അല്ലേ? ഒരു ദിവസം മാക്സിമം എത്ര എൻക്വയറി വരാം? പുതിയ എൻക്വയറീസ് ഉണ്ടാവില്ല, പഴയ ആൾക്കാർ ഇങ്ങനെ അതായിരിക്കും കൂടുതൽ. പുതിയ എൻക്വയറി വന്നാലും ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആഴ്ചയിൽ ഒരാളോ മാസത്തിൽ 2 ആളോ അതിൽ കൂടുതൽ. ഒരു ദിവസം ഒരാളെ വെച്ച് കൂട്ടാം, അല്ലെങ്കിൽ ഒരു ദിവസം 2 ആൾ അല്ലേ? ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ് ഉണ്ട്. ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ എൻ്റെ ക്ലയൻസ് ഞാൻ നിൽക്കുന്നതിൻ്റെ 5 കിലോമീറ്റർ റേഡിയസിലുള്ളതല്ല, എൻറ്റയർ ഇന്ത്യയിൽ നിന്ന് എനിക്ക് ക്ലയൻസ് ഉണ്ട്. ഔട്ട്സൈഡ് കേരളം ഉണ്ട്, ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്, ഇഷ്ടംപോലെ ക്ലയൻസ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അതൊന്ന് പോയിന്റ് നമ്പർ 1. സെക്കൻഡ് പോയിന്റ്, എനിക്കൊരു ദിവസം എങ്ങനെ പോയാലും ഒരു 500+ എൻക്വയറീസ് എൻ്റെ പേജിലേക്ക് വരും, ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും 500+ എൻക്വയറീസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സെഗ്മെൻറ്റേ മാറുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മൊണോപോളി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഫീൽഡിൽ ആൾക്കാരില്ലാത്തല്ല, എനിക്കുള്ള ബിസിനസ് ക്രിയേഷൻ അപ്പുറത്തെ ആൾക്ക് നടക്കുന്നില്ല. അപ്പോൾ അപ്പുറത്തെ ആൾ എന്താണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. സോഷ്യലൈസിങ് ആവുന്നില്ല ഈ ഒരു ഫീൽഡ്. അപ്പുറത്തെ ആൾക്ക് ഒരു മാസം 5 എൻക്വയറി ആണെങ്കിൽ എനിക്കൊരു ദിവസം 500+ എൻക്വയറിയാണ്. അതിലത്തെ 2-3 ആൾക്കാർ എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി, കഴിഞ്ഞു. അപ്പോൾ ആ സ്കെയിലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ, ഒളിഞ്ഞിടക്കുന്നുണ്ട്. അബൈ പറയാതെ പറയുന്നതാണ്. ആക്ച്വലി അബയുടെ ലെവലിലോട്ട് പുതിയ കുട്ടികൾ CA പാസ്സാവുന്നവരോ ട്രെയിനിങ് എടുക്കുന്നവരോ കയറി വന്നാൽ ബിഗ് പൊട്ടൻഷ്യലാണ്. കാരണം എനിക്ക് എല്ലാവരിലേക്കും ഒരു 6 മാസം അബയുടെ അടുത്ത് പോയി ശിക്ഷപ്പെട്ടോ, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്തായാലും എല്ലാവരെയും സംസാരിക്കാം. ഇപ്പം 500 പേര് വരുന്നു, 500 പേരും വരുന്ന ഇൻറ്റൻഷൻ എന്നോട് സംസാരിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടും പറ്റില്ല. ഒരു ദിവസം മാക്സിമം ഒരു 10 ആൾക്ക് റിപ്ലൈ കൊടുക്കാം. അതിലത്തെ ഒരു 5 ആൾ അപ്പോയിൻമെൻറ്റ് എടുക്കും ഒരു ദിവസം, മതി. നമുക്ക് നല്ല റവന്യൂ സോഴ്സ് ആയി. പക്ഷെ ബാക്കിയുള്ളവർക്ക് സർവീസ് കിട്ടാതെ പോകുന്നുണ്ട്, അവർക്കുള്ളതാണ് ഈ ഫ്രീ വീഡിയോസ്. അപ്പം ഞാൻ പറയുന്നത് പൊട്ടൻഷ്യൽ വലുതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 40 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാർട്ടർ അക്കൗണ്ടൻറ്റിനെ എടുത്തോ, അവരെ ക്ലയൻസ് എന്ന് പറയുന്നത് കൂടുതലും ആ സർക്കിളിലുള്ളവരായിരിക്കും. അല്ലാണ്ട് പല ഭാഗത്തുനിന്ന് വരുന്ന ക്ലയൻസ് അല്ല അവർക്കുള്ളത്. മാത്രമല്ല അവരുടെ എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാക്സിമം 10. പിന്നെ അവർ ഡീൽ ചെയ്യുന്ന ഏരിയാസും ഏകദേശം സെയിം ആയിട്ടൊക്കെ നിൽക്കാനുള്ള സാധ്യത. അപ്പോൾ അത് മാറ്റം വരണം. ആ ട്രഡീഷണൽ മൈൻഡ് സെറ്റ് മാറ്റം വന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് കോമ്പറ്റീറ്റർ ഇല്ല. അല്ലാണ്ട് ഇത് ചെയ്യാൻ അറിയാത്ത ആളെന്നുള്ളതല്ല. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ടാക്സ് കൺസൾട്ടൻസ് ഉണ്ടാവും, 20 ആളെടുക്കാം. പക്ഷെ എൻ്റെ സെഗ്മെൻ്റ് അല്ല അവർ.
കാരണം എൻ്റെ ക്ലയൻസ് അവർക്ക് പോവില്ല, അവരുടെ ക്ലയൻസ് എനിക്കും വരില്ല. അപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് ഒരു റെവല്യൂഷനാണ് അഭയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ധൈര്യമായിട്ട് പറയണത്, എനിക്ക് എൻ്റെ നാട്ടിലൊരു പുതിയ ടാക്സ് കൺസൾട്ടൻറ്റ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് കേരളത്തിലൊരു പുതിയ ടാക്സ് കൺസൾട്ടൻറ്റ് വന്നോ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ നിൽക്കുന്ന സെഗ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്, ഞാൻ ചെയ്യുന്ന ബിസിനസ് ഡിഫറെൻ്റ് ആണ്. ഒരു കാര്യം, ഇപ്പോൾ ഇത്തരം നെറ്റ്വർത്തുള്ള ക്ലയൻസിനെയാണ് സംസാരിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ്? ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ സിമ്പിൾ സെൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അപ്പോയിൻമെൻറ്റ് ചാർജബിൾ ആണ്. അപ്പോയിൻമെൻറ്റ് എടുത്ത ഒരാൾ വരുന്നു, അയാൾക്കിപ്പോൾ മിനിമം ഒരു 1 lakhിൻ്റെങ്കിലും പെയിൻ പോയിന്റ് ഇല്ലാണ്ട് അയാൾ വന്നിട്ട് കാര്യമില്ല. അതിന് 20,000 അടയ്ക്കുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണും എൻ്റെ ഫീസ് സാധാരണക്കാർക്ക് താങ്ങില്ല. സാധാരണക്കാരന് എൻ്റെ സർവീസിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും സാധാരണക്കാരന് വേണ്ട സർവീസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ആരും എന്നെ കുറ്റം പറയില്ല. സംസാരിക്കാൻ ഇതുണ്ട്, അവനൊന്നും സാധാരണക്കാരന് സർവീസ് കൊടുക്കും. ഞാൻ ചോദിക്കുന്നു, 1 മണിക്കൂർ നമ്മൾ ഇരുന്ന് കൊടുക്കുകയെന്നേ നമ്മുടെ ടൈമിൻ്റെ. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാർ എടുത്താൽ മതി. കാരണം ഒരു 10,000 രൂപ 5,000 രൂപ സേവ് ചെയ്യേണ്ട ആൾക്ക് 20,000 രൂപ സ്പെൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് റിക്വയർമെൻ്റ് ഇല്ല. ബട്ട് നേരെ മറിച്ച് അവിടെ എനിക്കൊരു എത്തിക്കൽ പാർട്ടുണ്ട്. ഇവരെല്ലാവരെയും പഠിപ്പിക്കണം എന്നുണ്ടാവുകൊണ്ട് ഞാൻ എൻ്റെ പേജ് വയ്ക്കുന്നു. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയോ, അവ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളോട് അവർ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡെഫിനറ്റ്ലി അത് ഒരുപാട് പേർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഈ ക്വസ്റ്റ്യനിങ് കൂടുകയാണ്. പണ്ടുള്ള പോലെ എല്ലാം കേട്ടിട്ട് ടാക്സ് അടക്കില്ല. മറ്റേ പറയുന്ന ഒരു പ്രശ്നം ചോദിച്ചോണ്ടേയിരിക്കും ഇപ്പോൾ ആൾക്കാർ. പ്രൊഫഷണൽ ജലസിയുടെയും വരാനുള്ള ഒന്നും ചെയ്യാനും പറ്റില്ല. ഇവർ ജലസി പിടിച്ചിരുന്നോണ്ട് എനിക്കിത് മാറ്റാനും പറ്റില്ല. കാര്യം എനിക്കറിയാം എൻ്റെ 30 വയസ്സിൽ ഞാൻ എന്ത് ചെയ്യും, 35 വയസ്സിൽ എന്ത് ചെയ്യും എന്നുള്ള ക്ലാരിറ്റി എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഈ ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്നെ ബാധിക്കില്ല. അത് കറക്റ്റാണ്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. കാരണം ഈ കമൻസ് ഒക്കെ വിടാം, എനിക്കൊന്ന് തുടക്കമൊക്കെ അത് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും ഇപ്പോഴും ഫീൽ ചെയ്യും ചിലത് കണ്ടാൽ. ബട്ട് ഞാൻ പറയുന്നത് നമ്മളതിനെ തരണം ചെയ്യാൻ പഠിച്ചേ പറ്റൂ. മെൻ്റലി അതിനെ തരണം ചെയ്യാൻ പഠിച്ച യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും ഗ്രോത്ത് വരുമ്പോൾ അപ്പുറത്ത് എന്തായാലും നെഗറ്റീവ് കമൻസ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു വലിയ റെവല്യൂഷൻ ടാക്സിൻ്റെ ഏരിയയിൽ അല്ല, എനിക്കതൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ. എനിക്കിപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് 26 വയസ്സായിട്ടേ ഉള്ളൂ. എനിക്ക് കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ട്, ഈ ഒരു മേഖലയെ എവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റും. മാരീഡ് അല്ല മാരീഡ് ആവും പെട്ടെന്ന് തന്നെ. മാരീഡ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇപ്പോൾ എല്ലാ പിള്ളേരും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇനി വേണ്ട മുമ്പായിരുന്നുണ്ടെങ്കിൽ നോക്കായിരുന്നു. ഇനി നടക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സെയിം പ്രൊഫഷനിൽ തന്നെയാണോ? അല്ല ആൾ എഞ്ചിനീയറാണ്. ഓക്കെ. LNTയിൽ വർക്ക് ചെയ്യില്ല, ലാർസൻ ആൻഡ് ടോബ്രോയിൽ ചെന്നൈയിൽ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ ജലസി. അത് ഈ പറയുന്ന പോലെ ഇനി നമുക്കതൊന്നും ചെയ്യാനും പറ്റില്ല. മാത്രമല്ല ഗ്രോത്ത് വരുന്നതിൻ്റെ കൂടെ അത് വരുന്നുണ്ടായിരിക്കും. ഇൻഡസ്ട്രി ഗ്രോ ചെയ്യട്ടെ എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി. അതായത് ഇപ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് വിഷൻ ഉണ്ട്. നാളെ ഇതിനെ എവിടെ കൊണ്ട് നിർത്താൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഞാൻ തുടങ്ങിയ കാലത്ത് ആ കോഴ്സ് മേടിച്ചിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻസ് മാത്രമായിരുന്നു, ടാക്സിൻ്റെ കോഴ്സ്. ഇന്ന് എൻ്റെ കോഴ്സ് മേടിക്കുന്നതിൽ BCom സ്റ്റുഡൻസ് ഉണ്ട്, ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കറിയാം നാളെ ഇതെല്ലാവരും പഠിച്ചു തുടങ്ങും. പണം ഉണ്ടാക്കുന്ന ഏതൊരാളും ടാക്സ് പഠിക്കും എന്നുള്ളൊരവസ്ഥ. ഞാൻ പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ഇത് പഠിക്കണമല്ലോ. ഡെഫിനറ്റ്ലി. അവരെ ചൂഷണം ചെയ്യുന്നില്ല എന്നെങ്കിലും മനസ്സിലാക്കാൻ. അപ്പോൾ ആ വിഷൻ എനിക്ക് 5 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. ആ വിഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്കൊരു വിഷൻ ഉണ്ട് 5 കൊല്ലം കഴിഞ്ഞ് എന്തെന്നുള്ളത്. അതിലേക്ക് ഞാൻ എത്തും. അത് ഇവർ എന്ത് നെഗറ്റീവ് കമൻസ് പറഞ്ഞാലും ഞാൻ എത്തും. കാരണം എനിക്ക് ആ നെവർ ഗീവ് അപ്പ് എന്നുള്ള മെന്റാലിറ്റി ഉണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ അല്ലേ? ഉറപ്പായിട്ടും ഉത്തരവില്ലാതെ നമുക്ക് എന്തായാലും വിട്ടിട്ട് പോവില്ല. ഉറപ്പല്ല. നമുക്ക് പ്രശ്നം വരാം, ചാലഞ്ചസ് വരാം, വിഷയങ്ങൾ വരാം, ഗവൺമെന്റ് സൈഡിൽ നിന്ന് വിഷയങ്ങൾ. മാത്രമല്ല അബയുടെ ഈ ഒരു ലാസ്റ്റ് 3-4-5 ഇയേഴ്സിൽ വന്ന ക്ലയൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ തന്നെ ഉണ്ടാവുന്ന കോണ്ടാക്ട്സ് മാറി, അബയുടെ ലെവല് മാറി, അബയുടെ ഇൻഫ്ലുവൻസിങ് പവർ മാറി. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ ചേഞ്ചസ് മാറ്റമല്ല വരുത്തുന്നത്. നമ്മുടെ സർവീസ് കിട്ടുന്നത് ഇൻഡയറക്ട്ലി ആണെങ്കിലും ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് അവർക്ക് കിട്ടുന്നത് നമ്മുടെ സർവീസ് തന്നെയാണ്. ഇതൊക്കെ നോളേജ് കൂടുന്തോറും എനിക്കാണ് അതിൻ്റെ ഗുണം. ഇവരൊക്കെ ലിറ്ററേറ്റ് ആവുന്നതുകൊണ്ട് എനിക്കാണ്. ഇപ്പം നമ്മളെ സാധാരണ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോയാലോ ലുലുവിലൊക്കെ പോയാലോ ആൾക്കാർ തിരിച്ചറിയുന്നു. ഈ ആൾക്കാർ തിരിച്ചറിയുന്നതിൽ ഫെമിലിയർ ഫേസുകൾ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ അത്രയും എത്തുകയാണ് നമ്മൾ സാധാരണക്കാരിലേക്കും കുറേ പണം ഉണ്ടാക്കുന്ന ആൾക്കാരിലേക്കും ഒന്നും പണം ഉണ്ടാക്കാത്ത ആൾക്കാരിലേക്കും. വലിയ കാര്യം എന്താണെന്നറിയാം, അബയുടെ ഒരു ടിപ്പും ഉണ്ട്. ചിലപ്പോൾ മറ്റേ ആൾ സേവ് ചെയ്യുന്ന ചിലപ്പോൾ 10 ലക്ഷം 20 ലക്ഷം രൂപയായിരിക്കും. ആ വെറുതെ തിരിച്ചറിയുന്ന ആളാണ്
നമ്മുടെ ഏറ്റവും പൊട്ടൻഷ്യലായ ഒരു 10 ലക്ഷം രൂപ സേവിങ്സ് അഭി കാരണം ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്ക് അഭിയോട് ഉണ്ടാകുന്ന ഒരു സ്നേഹം, ആ ഒരു സ്നേഹം വലുതാണ്. എവിടെ ലുലുവിലൊരു മൂലയ്ക്ക് കണ്ടാലൂടി വന്ന് ഓടി ഒന്ന് ഉറപ്പായിട്ടും അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ പേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെറുതെ കിട്ടുന്ന ആള്. ബാക്കിയുള്ളവർക്ക് അതൊരു കോണ്ടന്റ് മാത്രമാണ്. പക്ഷെ ശരിക്കും കളി അറിയുന്ന ഒരുത്തൻ ഇത് ഇത്രയും ലക്ഷം രൂപയുടെ നോളേജാണ് ഈ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് വലിയ കാര്യമാണ് പേജ്. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അഭയ വലിയൊരു സെറ്റപ്പായി, അഭയുടെ ക്ലയൻറ്റ് ബേസ് കൂടി, അത് ഈ ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് കുറയ്ക്കോ? ഇല്ല, ഈ ഒരു കാരണം എനിക്കിതിൻ്റെ പവർ അറിയാം. കോണ്ടന്റ് ക്രിയേഷൻ്റെ പവർ നേരെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇത് എനിക്ക് കൊണ്ടുവന്ന് തന്നത് കോണ്ടന്റ് ക്രിയേഷനാണ്. ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കാൻ കാരണം അല്ലെങ്കിൽ ഈ നോളജ് ഈ പറയുന്ന സർക്കിളിൽ മാത്രം. കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ട് അത് ഞാൻ നിർത്തില്ല. നോളജ് കൊടുത്തോണ്ടേയിരിക്കും. മാത്രമല്ല പഠിപ്പിക്കാൻ അത്രയും ടോപ്പിക്സ് ഉണ്ട് ടാക്സിൽ. പഠിക്കാനും ഞാനൊരു 10 കൊല്ലം കോണ്ടന്റ് ക്രിയേഷൻ ചെയ്താലും തീരില്ല ടാക്സിൻ്റെ നോളജ്. കാരണം ഓരോരുത്തരുടെ ഇഷ്യൂ, ഇപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ ആയിരിക്കില്ല അപ്പുറത്തെ ഒരാളുടെ ഇഷ്യൂ. ഓരോരുത്തരുടെ ഇഷ്യൂ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെയും കേസ് സ്റ്റഡീസ്. എനിക്കുള്ളൊരു സഫോക്കേഷൻ എന്താ വെച്ചാൽ പല കോണ്ടന്റ്സ് എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി പറയാൻ പറ്റുന്നില്ല. അത്രയും നമ്പർ ഓഫ് കോണ്ടന്റ്സ് ഉണ്ട്. ഡെയിലി ഓരോ പുതിയ സാധനം വരും. ഇപ്പോൾ ഇന്നലെ ഒരു ഓപ്ഷൻ വന്നു, ഒരു ബനാന സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പെയിന്റിന്റെ കണ്ടിരുന്നോ? ഇല്ല. ഒരു ബനാന സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പെയിന്റ് പോയത് എത്രയോ മില്യൺസിനാണ് പെയിന്റിങ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ടാക്സ് പ്ലാനിങ് ഉണ്ട്. ഓരോ ദിവസം ഓരോ സാധനം വരുമ്പോൾ ഇത് എന്ത് പറയും എന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ട് എനിക്ക്. ഓക്കെ, ഇത് ഏതൊക്കെ ഞാൻ പറയണ പണിക്കര് ചെയ്യണ പോലെ എന്തൊക്കെ എടുക്കും എന്ന് കഴിക്കില്ല. CID മൊസൈൽ, മിക്സി, TV എന്ന് പറയണ പോലെ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ എല്ലാ ടോപ്പിക്സും എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു തരുന്നു. ജോലി കിട്ടും, സാലറിഡ് പേഴ്സൺസിൻ്റെ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ബിസിനസ്സുകാരുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അഭയുടെ അടുത്ത് വരട്ടെ. അഭയുടെ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ അക്കൗണ്ടന്റിനെ ആ വഴിക്ക് വിടുന്നതായിരിക്കും. പുള്ളി അത് പഠിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു അക്കൗണ്ടന്റ് വേണം. എല്ലാ ബിസിനസ്സിനെയും ഗ്രോ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു മേജർ പില്ലർ ഈ പറയുന്ന അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് ടാക്സിന്റെ കാര്യത്തിൽ പുലി ആയി കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾ ബിസിനസ് എന്നുള്ളത് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ബിസിനസ്സുകാർ ഏതൊരു റവന്യൂ ഏൺ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റ് ആണ് അയാളുടെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് പോയിന്റ്. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് പ്രോഫിറ്റിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ടാക്സ്. ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന, ഇറ്റ് ഈസ് യുവർ പ്രോഫിറ്റ്. അതെ അല്ലേ? അപ്പോൾ ബിസിനസ്സിലെ മറ്റ് എലമെൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാക്സ് പ്ലാനിങ്ങിനെ ടേക്ക് കെയർ ചെയ്യണം. കാരണം ഇറ്റ് ഈസ് യുവർ മണി. റൈറ്റ്. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് മാനേജറെ വലിയ പൈസ കൊടുത്ത് വെക്കും, ഇതെല്ലാം വേണം. സെയിൽസ് ടീമിനൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ ലീക്കേജ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ക്രോർസ് ആയിരിക്കും അൺവാണ്ടഡ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതേപോലത്തെ ഒരു പില്ലറാണ് ടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു എനിക്ക് ചങ്ക് ഓഫ് ഡാറ്റ ആണ് ഞങ്ങൾ സിമ്പിളായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആളുകൾക്കും പോലും ഈ വീഡിയോ ചിലപ്പോൾ ഷെയർ ചെയ്ത് പോകും. കുറേ കൊല്ലം നിൽക്കട്ടെ, കുറേ ടോപ്പിക്സ് കിട്ടട്ടെ. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഇതിൻ്റെ കമന്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്കൊരു 6 മന്തോ 1 വരാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ചെയ്യാം. ഞാൻ എൻജോയ് ചെയ്തു. നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് പല ഇൻ്റർവ്യൂവിലും പുറത്തോട്ട് വരില്ല പല സാധനങ്ങളും. ഇപ്പം ഇതിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ സാധനം പറയണം എന്നുള്ളത്, അപ്പുറത്തെ ആളുടെ ചോദ്യങ്ങളിൽ നിന്നും കൂടിയാണ് ഉള്ളിലുള്ളത് വരുന്നത്. ഇപ്പം നമുക്ക് കൂടുതലും വളരെ സട്ടിലായ ചോദ്യങ്ങളാണെങ്കിൽ നമ്മളും സട്ടിലായ ആൻസറേ പറയുള്ളൂ, അതേ പറയാൻ പറ്റുള്ളൂ. മറ്റേ സാധനം ഊറ്റിയെടുക്കണം. എനിക്കത് ഇഷ്ടമാണ്. കാരണം എൻ്റെ ഉള്ളിൽ എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ കുറേ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഈ ഫീൽഡിൽ നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാലേ വരുള്ളൂ. തീർച്ചയായും. അപ്പോൾ നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്. നിങ്ങളൊരു വർക്ക് നടത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ, ഉറപ്പായിട്ടും ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ചോദിക്കാന്നുള്ളതല്ല. ഒരാളെ കിട്ടുമ്പോൾ എങ്ങനെ അവൻ ഉപയോഗിക്കണം എന്ന് നമ്മൾ നോക്കും. കുറേ ഗസ്റ്റുകൾ വരട്ടെ ഇതിൽ, നല്ല നല്ല ഗസ്റ്റുകൾ ഒരുപാട്. ഞാൻ പറയുന്നത് ഈ ടാക്സിന്റെ കേസിൽ അഭയ്ക്ക് ആ റെവല്യൂഷൻ അങ്ങനെ കീപ്പ് ചെയ്ത് ആ ഇൻഡസ്ട്രി ഇങ്ങോട്ട് പിടിച്ച് കുലുക്കാൻ സാധിക്കട്ടെ. ഞാൻ എന്തായാലും വിട്ടിട്ട് പോവില്ല. കാരണം എനിക്ക് എൻ്റെ പാഷൻ ഇതാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യുള്ളൂ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ളത്. അതാണ് പാഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം ടാക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംതിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ശ്വാസം മുട്ടുണ്ട്. അതുകൊണ്ട് ആരെന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ വിട്ടിട്ട് പോവില്ല ഇതൊന്നും. സോ നമ്മൾ ആ റെവല്യൂഷൻ സ്കെയിലപ്പ് ചെയ്യാൻ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് കാണുന്നൊരു ടാക്സ് എന്നുള്ളൊരു സാധനം ആയിരിക്കില്ല മലയാളിക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞ്. ഒരു ഗുജറാത്തി, മറാത്തി ലെവലിലോട്ട് ചിന്തകൾ മാറും. തോട്ട് പ്രോസസ്സ് എന്തായാലും മാറും.
ടാക്സ് എത്ര സേവ് ചെയ്യുന്നു എന്നുള്ളതല്ല, തോട്ട് പ്രോസസ്സ് ഉറപ്പായിട്ടും മാറും. മണിയോടുള്ള കോൺസെപ്റ്റ് നമ്മൾ മാറ്റും. എനിക്ക് തോന്നുന്നു ഈ മലയാളി ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടുതൽ തന്നെ ഉറപ്പായിട്ടും പഠിച്ചു. ഇപ്പൊ കുറെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, ആവശ്യമുണ്ട്. ആ ഒരു സൈഡിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റട്ടെ എന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ പറയണം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.